പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരോഗ്യ പരിപാലനത്തിലെ അനുകമ്പയ്ക്ക് വേണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ സെമിനാർ. അത് മോഡറേറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയാണ് എനിക്കുള്ളത്. അതിൻ്റെ സംഘാടനം നടത്തിയിട്ടുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, കേരളീയം, ചികിത്സാനീതി, ദയ എന്നിവർ ഈ ലോകാരോഗ്യ ദിനത്തിൽ വലിയൊരു കാര്യമാണ് ചെയ്തത് എന്ന് ബോധ്യത്തോടെ ഈ കാര്യങ്ങൾ പറയാം. ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ ആശാ രാജ്, ഡോക്ടർ അനിത സത്യൻ, ഡോക്ടർ ആശാ പ്രഭാകരൻ. ഇതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം, 3 പേരും സ്ത്രീകളാണ്. അപ്പോൾ അത് ഏറെക്കുറെ കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഭൂമിയുടെ നിലനിൽപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീണത, മാതൃത്വം എന്നുള്ള സങ്കല്പമല്ല പ്രയോഗത്തിലൂടെയാണ് എന്ന് ഉത്തമ ബോധ്യം തോന്നാറുണ്ട്. കുറേ കാലങ്ങളായിട്ട് തോന്നുന്നൊരു ബോധ്യമാണ് അത്. നമുക്ക് തോന്നുന്ന എല്ലാ സ്ത്രീകളും ആ മാതൃത്വമുള്ളവരാണ് എന്ന് ഞാൻ പറയില്ല. മാതൃത്വമില്ലാത്ത സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആണത്തമുള്ള സ്ത്രീകളുണ്ട്. അതേസമയം ആണത്തത്തിൽ, അതായത് ഒരു പുരുഷനായി കഴിഞ്ഞാൽ സ്ത്രൈണതയുള്ള ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പുരുഷൻ എന്നതിൽ സ്ത്രൈണതയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രൈണത, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള മാതൃത്വമാണ് ഇന്ന് വളരെയേറെ ഒരു വേദനാജനകമായ പ്രിക്കേറിയസ് എന്ന് പറയുന്ന അപകടാവസ്ഥയിലുള്ള ഒരു ഭൂമിയുടെ അതിജീവനത്തിന്, സർവൈവലിന് ആത്യന്തികമായി ആവശ്യം. ആ സർവൈവലിനെ തകർക്കുകയാണ് ഇന്നത്തെ ലോക നേതാക്കളെല്ലാം. അവരെല്ലാം ഭയങ്കര പൗരുഷമുള്ള മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം കൂടിയാണ് ഈ അനുകമ്പയുടെ പരിപാലനത്തിന് വേണ്ടി എന്നുള്ള ഈ സെമിനാർ എന്ന ഒരു ബോധ്യം എനിക്ക് തോന്നുന്നുണ്ട്. അതാവട്ടെ നിങ്ങളുടെ വിഷയത്തിൻ്റെ സമഗ്രത എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശിക്കുന്നു. ഈ 3 പേർക്കും ഓരോ തവണയും സംസാരിക്കാനായിട്ട്, ഓരോരുത്തർക്കും സംസാരിക്കാനായിട്ട് 20 മിനിറ്റാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20 മിനിറ്റ് എന്നുള്ളത് എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ പരിപാലിക്കണം. അല്ലെങ്കിൽ നമ്മളത് കടലാസ് കൊടുക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ കടലാസ് കൊടുക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, സമയബന്ധി. എനിക്ക് സമയത്തെപ്പറ്റി യാതൊരു താല്പര്യമില്ല. സമയമാണ് മനുഷ്യനെ തകർത്തത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സമയമില്ലായിരുന്നെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. അത് നമ്മളുണ്ടാക്കിയിട്ടുള്ള, ഷൗക്കത്ത് പറഞ്ഞോണം, നമ്മുടെ കണ്ടീഷൻ ബ്രെയിനാണ് സമയം ഉണ്ടാക്കിയത്. സമയമൊന്നും ഇല്ല ശരിക്കും. അത് പോട്ടെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മൾ ലോകാരോഗ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് മുന്നിൽ സംസാരിച്ച എല്ലാ സ്പീക്കേഴ്സും പറഞ്ഞു എന്താണ് ലോകാരോഗ്യ ദിനത്തിൻ്റെ ഈ വർഷത്തെ 2026 തീം. ആരോഗ്യത്തിനായി ശാസ്ത്രത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. അപ്പോൾ അതിലെന്താണ് നമ്മൾ ശാസ്ത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വികസനങ്ങൾ നമ്മളിലേക്ക് എത്തണം. നമ്മളിലേക്ക് എത്തുന്നത് ശാസ്ത്ര വികസനം കൂടുതലും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വേണം എന്നാണ് പറയുന്നത്. ഈ കാലയളവിൽ ശാസ്ത്രത്തിലുണ്ടായ എല്ലാ ഉന്നമനങ്ങളുടെയും അറിവ് നമ്മൾ ആരോഗ്യമേഖലയിൽ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരിലൂടെ ഈ ഉന്നമനത്തിൻ്റെ എല്ലാ അറിവുകളും രോഗീ പരിചരണത്തിലൂടെ രോഗികളിലേക്ക് എത്തുകയാണ്. അതിൽ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ചർച്ച അനുകമ്പയോടുകൂടിയുള്ള രോഗീ പരിചരണം. നേരത്തെ ഷൗക്കത്ത് സാറ് പറഞ്ഞു, ഇത് രോഗീ പരിചരണത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കീ ഇൻഡിക്കേറ്ററാണ്. നമ്മളെപ്പോഴും പറയും ഒരു ആശുപത്രിയിലെ കീ ഇൻഡിക്കേറ്ററുകളുണ്ട്. ആശുപത്രി എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയാൻ അവിടെ പലതരത്തിലുള്ള കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാകട്ടെ, അവിടുത്തെ രോഗികളാകട്ടെ, അവരിലേക്ക് എത്തുന്നത് എത്ര നല്ല രീതിയിൽ നമുക്ക് ആ പരിചരണം രോഗികളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പരിചരണമാണ് അനുകമ്പ വഴി നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആരോഗ്യ പരിചരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ വളരെയധികം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഹൈടെക് അപ്രോച്ചാണ്. ഹൈടെക് അപ്രോച്ച് ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സർജറികളും എല്ലാം ഉള്ള ഈ കാലഘട്ടത്തിൽ നൂതനമായ വികസനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്
ഒരു കോശത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് പിന്നീടുണ്ടാകാവുന്ന അസുഖങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രഡിക്റ്റീവ് കപ്പാസിറ്റികളുള്ള പുതിയ പുതിയ വികസനങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. ആ രീതിയിലുള്ള ഹൈടെക് അപ്രോച്ച് നമ്മൾ കാണുമ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കാണാൻ കുറഞ്ഞു പോകുന്ന ഒരു മനുഷ്യ സ്പർശമുണ്ട്. അതാണ് ഹൈടച്ച്. ആ ഹൈടച്ച് പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാലഘട്ടം ഹൈടെക്കിലോട്ട് പോകുന്നതനുസരിച്ച് ഹൈടച്ച് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായ ഷിഫ്റ്റ് പറയുന്നത് അതാണ്. കീ ടേക്ക് അവേ നമ്മൾ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ആ തീമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ എത്ര സയൻസിനോടൊപ്പം നിന്നാലും അത് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ ഹൈടെക്കിനോടൊപ്പം എന്തും ഉണ്ടാവണം, ഹൈടച്ചും ഉണ്ടാവണം. രോഗീ പരിചരണത്തിൽ നമ്മൾ അവരോടൊപ്പം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഉയർന്ന സാങ്കേതിക വിദ്യ കൂടുതലായി കൊടുക്കുന്നു. ആ ഉയർന്ന സാങ്കേതികതയോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യ സ്പർശവും അതുപോലെ തന്നെ അവരിൽ ഉറപ്പാക്കണം. ഇനി ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ച വിദഗ്ധരെല്ലാവരും പറഞ്ഞു എന്താണ് കമ്പാഷൻ എന്നുള്ളത്. കമ്പാഷൻ നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സിമ്പതി മാത്രമല്ല, അതിനുശേഷം ഒരു ആക്ഷനും കൂടെ വന്നാലേ എന്താവുള്ളൂ കമ്പാഷൻ. നമ്മൾക്ക് ഒരു രോഗിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവരോടുണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ബീയിങ് ഇൻ അതേഴ്സ് ഷൂസ് പറയാം, എമ്പതി. അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന് അവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ആ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിയാൽ മാത്രമേ അവിടെ കമ്പാഷൻ പ്രവർത്തിച്ച് തുടങ്ങുന്നുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നമ്മളിൽ എല്ലാവരും, അത് നമുക്കറിയാം, ഒരു ദിവസം കൊണ്ടോ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ല, വളരെ നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം നമുക്ക് കമ്പാഷൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അതായത് രോഗികളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കോട്ടുകൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് ഒരു രോഗിയുടെ അവസ്ഥ, രോഗിയിലേക്കുള്ള മനസ്സിലാക്കലുകൾ, പിന്നെ ആ രോഗിക്ക് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കമ്പാഷനിലേക്ക് എത്തുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ ഭാഗമായി 2022 നടത്തിയ ഒരു സ്റ്റഡിയുടെ ഭാഗമായി കണ്ടെത്തിയത് ഈ കമ്പാഷനേറ്റ് കെയർ എന്നുള്ളതിനെക്കുറിച്ച് രോഗികൾക്കുള്ള അവരുടെ പെർസെപ്ഷൻ എന്താണ് കമ്പാഷനേറ്റ് കെയർ എന്ന് അവരോട് നമ്മൾ ചെയ്ത സ്റ്റഡിയുടെ പഠനം കണ്ടെത്തിയിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളല്ല. നമ്മൾ വിചാരിക്കും കമ്പാഷനേറ്റ് കെയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല. അവർ പറഞ്ഞത് ശരിക്കും ഒരാൾ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ കേൾക്കുക, അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കമ്പാഷനേറ്റ് കെയർ. ആക്റ്റീവ് ലിസണിങ് ഉണ്ടെങ്കിൽ തന്നെ എന്തായി, നല്ലൊരു കമ്പാഷനേറ്റ് കെയർ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ വിജയിച്ചു എന്നുള്ളതാണ്. വേറെ അതർ ആക്ഷൻസും കണ്ടിന്യൂറ്റി ഓഫ് കെയറും റെസ്പെക്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ രോഗികൾ, സാധാരണമായിട്ട് നമ്മുടെ ആശുപത്രിയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടത് എന്താണ്, ഒരാൾ നമ്മളെ കേൾക്കാൻ അവിടെ ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, വാർഡുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കോട്ടിട്ട് പോകുകയാണെങ്കിൽ ഈവൻ വഴി ചോദിക്കും, ഈ ലാബ് എവിടെയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ അവർ OP നിൽക്കുമ്പോഴായിരിക്കും അവരോട് പറയാം CT എടുക്കാനുണ്ട്. അപ്പോൾ എവിടെയാണ് CT അവർക്കറിയില്ല. മൊത്തത്തിലൊരു അമ്പരപ്പാണ്. ഒരു ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ രോഗികളെ അഭിമുഖീകരിക്കുക, രോഗികളും ചില സമയങ്ങളിൽ ബൈസ്റ്റാൻഡർ അവർ ഒത്തിരി കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്തെല്ലാം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ പല പല ആശുപത്രികളിലും PRO പോലെ, അതായത് ഒരു പബ്ലിക് റിലേഷൻസ് കുറേ എക്സിക്യൂട്ടീവ്സിനെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു തരത്തിൽ നമ്മൾ രോഗികളിലേക്ക്, നമ്മൾക്ക് ഇപ്പോൾ നഴ്സസ് കുറച്ച് OPകളിൽ നിൽക്കുമ്പോൾ അവർക്ക് സമയക്കുറവായിരിക്കും. പക്ഷേ ആ ഒരു കുറവ് നികത്താൻ കുറച്ച് അത്രയും BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അത്രയും പഠിക്കാതെ ട്രെയിനിങ് നടത്തി കുറച്ച് കുട്ടികളെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇവരെ ശ്രദ്ധിച്ച് കേട്ട് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് അത് പേഷ്യൻ്റ് റിക്വയർമെൻ്റാണ്. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല സ്ഥാപനങ്ങളും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. പരിചരണത്തിലുള്ള മാറ്റം നമ്മൾ നേരത്തെ പണ്ട് കാലങ്ങളിൽ കൂടുതലും ടാസ്ക് ഓറിയൻറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ വന്ന മാറ്റം നമ്മുടെ WHO തീം റിലേറ്റ് ചെയ്താണെങ്കിൽ കൂടുതലും പേഴ്സൺ സെൻറ്റേഡ്, അതായത് രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട്
കൂടുതലും എന്താണ് രോഗിക്ക് പറയാനുള്ളതെന്നുള്ളത് കേൾക്കുന്നതിന് പകരം കൂടുതലും ഇന്ന ടാസ്കുകൾ ഈ രോഗിക്ക് വേണ്ടി ഒരു പേഷ്യൻ്റ് വന്നാൽ ഇത്രയും പ്രോട്ടോകോൾ ടെസ്റ്റുകളുണ്ട്, അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുക. ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ രോഗിയും യുണീക്കാണെന്നും അവരുടെ ആവശ്യങ്ങൾ വ്യത്യാസമാണെന്നും മനസ്സിലാക്കിയാണ് ചികിത്സാ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കരുണാപൂർണമായ ചികിത്സ നടപ്പാക്കണമെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെപ്പോഴും സെൽഫ് കമ്പാഷൻ എന്നുള്ളൊരു വാക്കും കൂടി നമ്മൾ ഓർക്കണം. നമ്മൾ ഒരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കമ്പാഷൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം, നമ്മൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരിക്കണം. സെൽഫ് കമ്പാഷൻ ഉള്ള ഒരാൾക്കാണ് വേറൊരാളോട് കമ്പാഷൻ കാണിക്കാൻ പറ്റുകയുള്ളൂ. കാരണം സെൽഫ് എപ്പോഴും ഫുള്ളായിരിക്കണം. അതിൽ കുറേ കാര്യങ്ങൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിൽ ഉണ്ടാവണം. അത് എംപവേർഡ് ആവാൻ കുറച്ചധികം സമയവും നമുക്ക് വേണം. അതിൽ ആർദ്രത, മികവ്, കരുണ, പരോപകാരം, ബാക്കി ചുറ്റുമുള്ള സഹജീവികളോടുള്ള റെസ്പെക്റ്റ്, സഹാനുഭൂതി, സേവനം, ഇതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ മാത്രമാണ് കമ്പാഷൻ ശരിയായ രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിൽ കമ്പാഷൻ ഉണ്ടെങ്കിൽ അതെന്തെല്ലാം ഔട്ട്പുട്ട് ഉണ്ടാക്കും. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ആശുപത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? രോഗികളാണ്. രോഗികൾക്കുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ എന്ത് ചെയ്താലും, സയൻസിൻ്റെ എന്ത് ഡെവലപ്മെൻറ്റും ഔട്ട്കം ഈസ് സെൻറ്റേർഡ് ഫോർ ദ പേഷ്യൻ്റ് കെയർ. ഇതിൽ പഠനങ്ങൾ തെളിയിക്കുന്നത്, ഇതെല്ലാം പഠനങ്ങളുടെ ബേസ് ചെയ്തുള്ള റിസൾട്ട്സാണ്. 30 മുതൽ 40% വരെ രോഗികളുടെ ഭയത്തിലും ഉത്കണ്ഠയിലും കുറവ് കമ്പാഷനേറ്റ് കെയർ കൊടുക്കുന്നത് വഴി അത്രത്തോളം ഭയവും, ഫിയർ ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഹോസ്പിറ്റലൈസേഷൻ ഫിയർ ഉണ്ട്, ഇതിലെല്ലാത്തിലും കുറവ് കാണുന്നുണ്ട്. ചികിത്സയിലുള്ള സംതൃപ്തി, അതാണ് ഞാൻ പറഞ്ഞ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ. ഏജൻസി ഓഫ് ഹെൽത്ത് കെയർ റിസർച്ച് ഉൾപ്പെടെയുള്ള ഹയർ ഓർഗനൈസേഷൻസ് എല്ലാം പറയുന്നത് ഒരു ആശുപത്രിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഔട്ട്കം ഇൻഡിക്കേറ്ററാണ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷനും പേഷ്യൻ്റ് എക്സ്പീരിയൻസും. അപ്പം അവിടുന്ന് ഒരു ആശുപത്രിയിൽ വന്ന രോഗി അത് കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അളന്നു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കമ്പാഷനേറ്റ് കെയർ റിസീവ് ചെയ്ത ഒരു ആശുപത്രിയാണെങ്കിൽ അവിടെ 20 മുതൽ 30% വരെ ആ രോഗികൾക്ക് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുപോലെ ചികിത്സാ നിർദ്ദേശങ്ങൾ എപ്പോഴും നമുക്കറിയാം, ഒരു 60+ ഒരു എൽഡർലി, ഒരു ജിറിയാട്രിക് പോപ്പുലേഷനിൽ എത്തുമ്പോൾ മെഡിക്കേഷൻ അഡ്ഹറൻസും അതുപോലെ മിഡിൽ അഡൽട്ട്ഹുഡ് ആൾക്കാർക്കും മെഡിക്കേഷൻ അഡ്ഹറൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഏർലി ഡയഗ്നോസിസ്, ഒരു ഹയർ കൊളസ്ട്രോൾ ലെവൽ, നൈറ്റ് എല്ലാ ദിവസവും റോസ്വാസ്റ്റാറ്റിൻ എടുക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞാൽ പോലും ഒരു മിഡിൽ അഡൽട്ട്ഹുഡ് ആൾക്കാരൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്, അഡ്ഹറൻസ് കുറവാണ്. മെഡിക്കേഷൻ അതേസമയം ജിറിയാട്രിക്സിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, പല ഡയബറ്റിക് പേഷ്യൻസിലെല്ലാം ദേ ആർ നോട്ട് അഡ്ഹറിങ് ടു പ്രോപ്പർ മെഡിക്കേഷൻ. ഹൈപ്പർ ടെൻഷൻ, ഓൾഡ് ഏജ് പീപ്പിൾ എല്ലാം അഡ്ഹറൻസ് ഒരു പ്രോബ്ലമാണ്. NCD ക്ലിനിക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ അഡ്ഹറൻസ് ടു മെഡിക്കേഷൻസും അതിൻ്റെ സ്റ്റഡി റിസൾട്ട്സും നോക്കുകയാണെങ്കിൽ there exists statistical data stating that there is non adherence. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പാഷനേറ്റ് കെയറും, നമ്മൾ ഒരു ഡയറി കൊടുക്കുന്നു, അതിൽ ഇന്ന ദിവസങ്ങളിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക, അതെല്ലാം നമ്മൾ വി ആർ മേക്കിംഗ് എൻഷുറിങ് ദാറ്റ് അവർ നമ്മുടെ കൂടെ, വി ആർ ഇൻ ലൈൻ വിത്ത് ദം, വി ആർ ദെയർ ടു സപ്പോർട്ട് ദം. ആ ഒരു കമ്പാഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബ്ലഡ് വാല്യൂസ് ഒക്കെ അവരുടെ അഡ്ഹറൻസ് പ്രോപ്പർ ആവാനും കമ്പാഷനേറ്റ് കെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഓൾറെഡി ഹാവ് ഷോൺ ഇറ്റ്സ് ഇമ്പാക്ട്. കമ്പാഷനേറ്റ് കെയർ ഇഫ് യു ആർ പ്രൊവൈഡിങ് ഇൻ എ ഹോസ്പിറ്റൽ, അതിൻ്റെ ഔട്ട്കം ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഹോസ്പിറ്റൽസ്, ഇഫ് വി ആർ ഗിവിങ് ദിസ് കമ്പാഷനേറ്റ് കെയർ, അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നേഴ്സസിലുണ്ടാവുന്ന ബേൺ ഔട്ട്. കൂടുതലും ബേൺ ഔട്ട് ഒത്തിരി ഞാൻ പറഞ്ഞു, സെൽഫ് കമ്പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പാഷനേറ്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സെൽഫ് കമ്പാഷനിലെത്താനും അത് ചെയ്യുന്നത് വഴി ബേൺ ഔട്ട്, പിന്നെ നമ്മളുടെ നഴ്സസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം കൂടാൻ സഹായിക്കുന്ന ഈ രോഗിയുടെ സുരക്ഷ കൊടുക്കുന്നത് വഴി നഴ്സസിനുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സുഖമുണ്ട്. ദാറ്റ് മീൻസ് അതൊരു കമ്പാഷനേറ്റ് കെയർ ദാറ്റ് വി ആർ റെൻഡറിങ് ത്രൂ സെൽഫ് കമ്പാഷൻ ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻ്റ് നീഡ്സ് ആർ മെറ്റ്.
നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വേൾഡ് ഹെൽത്ത് ഡേയുടെ തീമുമായിട്ട് നഴ്സിംഗ് മേഖലയെ എങ്ങനെയാണ് ബന്ധിപ്പിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അതിൽ സയൻസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതുവഴി നമ്മൾ ആ സയൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കമ്പാഷൻ്റെ നീഡുമായിട്ടാണ് നമ്മൾ നഴ്സിംഗ് കെയറിലും വരിക. അത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ആശുപത്രികളിൽ അത് ചെയ്തു കഴിഞ്ഞാൽ രോഗിക്കും ഗുണമാണ്, അത് കണക്ക് തന്നെയാണ് നഴ്സസിനും ഗുണമാണ്. അത് നമ്മളിലുണ്ടാവുന്ന ബേൺ ഔട്ട് ആവട്ടെ, പേഷ്യൻസിലാണെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ റേറ്റ് ആവട്ടെ, ഇതെല്ലാം പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഓൾറെഡി അതിൽ റിസൾട്ട് ഉള്ളതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. രോഗികൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കൂടുതലും അവരിൽ കേൾക്കാൻ, ഒരു രോഗി നമ്മളെടുത്ത് വന്നാൽ നമ്മൾ കൂടിരുന്ന് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ഒരാളാണെന്ന് കരുതുക. നമ്മുടെ വീട്ടിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരൻ, അല്ല വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അവരെ കാണുകയാണെങ്കിൽ തന്നെ പകുതി ആക്റ്റീവ് ലിസണിങ് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ അവരെ കേൾക്കുമ്പോൾ അവർക്കൊരു തോന്നലുണ്ട് നമ്മുടെ വീട്ടിലൊരു കുട്ടി കേൾക്കുന്നു എന്നുള്ളത്. 71% രോഗികൾക്കും അതാണ് ആവശ്യം. ദാറ്റ് മീൻസ് ആക്റ്റീവ് ലിസണിങ് ഹെൽപ്സ് ടു ഇംപ്ലിമെൻറ്റ് കമ്പാഷനേറ്റ് കെയർ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ജാർഗൺ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ചില ടെസ്റ്റുകളുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ മേ ബി നമ്മൾ MRI, PET സ്കാൻ, സ്പെക്ട്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയാതെ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്, നാളെ നമുക്കിത് ചെയ്യണം, ആ രീതിയിൽ മേ ബി അത് ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. ബേസ്ഡ് ഓൺ ദ നോളജ് ഓഫ് ദ പേഷ്യൻ്റ്. എപ്പോഴും നമുക്കറിയാം നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അറിഞ്ഞ് സംസാരിക്കുക. രോഗിയുടെ നോളജ് ലെവൽ പലതായിരിക്കും. അവരിൽ ഹയർ നോളജ് ഉള്ളതാണെങ്കിൽ മേ ബി നമുക്ക് ഫുൾ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അല്ല, അവരുടെ വളരെ കുറഞ്ഞ അറിവ് ഉള്ളവരിൽ നമ്മൾ ആ രീതിയിൽ സംസാരിക്കുക. ദാറ്റ് മീൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻ്റ് നോളജ് ആൻഡ് ദെൻ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. അതിലാണ് ആക്റ്റീവ് ലിസണിങ്. 71% രോഗികൾക്കും അതാണ് വേണ്ടത്. കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കതാണ് വേണ്ടത്. അതിൽ ആക്റ്റീവ് ലിസണിങ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആക്റ്റീവ് ലിസണിങ്, ഒരു തെറാപ്യൂട്ടിക് ടച്ച്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞു ജാർഗൺ വേർഡ്സ് അല്ല, നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ദെൻ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്, ഗിവ് ആൻഡ് ടേക്ക്, ഓൾവേസ് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അനുകമ്പയുള്ള ഇതൊരു ചക്രമാണ്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. രോഗിയെ മനസ്സിലാക്കുക, അവരുമായിട്ടുള്ള ശങ്കു സാർ പറഞ്ഞല്ലോ ഐ കോണ്ടാക്ട്, നമ്മൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രതികരിക്കുക. ഈ 3 അതൊരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ പോലെയാണ്, ചക്രം തന്നെയാണ്. അത് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ്. പിന്നെ ക്ലിനിക്കൽ വൈദഗ്ധ്യത്തിൽ യഥാർത്ഥ പരിചരണം വരേണ്ടത് നമ്മൾ കൃത്യതയോടുകൂടിയുള്ള പെരുമാറ്റമാണ്. അതിൽ ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവരുണ്ടാകും, രോഗിയുണ്ട്. അതിൽ ഒരു മൾട്ടി ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സയൻറ്റിഫിക് നോളജ് വരണമെങ്കിൽ എല്ലാവരും തമ്മിൽ ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം വേണം. ഒരുമിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച്, എപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം. എന്നാലാണ് ഔട്ട്കമ്മും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. ഔട്ട്കമ്മിൽ നമുക്ക് ആ ഒരു കാഴ്ച ഉണ്ടാവണമെങ്കിൽ, ആ ഒരു കമ്പാഷനേറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ പേഷ്യൻറ്റിൽ വരണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതും ആവശ്യമാണ്. ശരിയായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമിത ജോലിഭാരം ഉണ്ടാകാം, സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം. നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയത് അതിലാണ്. ഹൈടെക് ആണ്, ഒത്തിരിയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ICUകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് സൈഡിൽ പോവാതെ തന്നെ ഒത്തിരിയും മോണിറ്റേഴ്സിൽ നമുക്ക് എല്ലാ ഈ ഇൻവെസ്റ്റിഗേഷൻസും വാല്യൂസും കിട്ടും ഒന്ന് കയ്യിൽ പിടിക്കാൻ. കാരണം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അമ്മയുടെ കേസ് തന്നെ പറയാം. അമ്മയ്ക്ക് സർജറി, നീ റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞു, 2 ദിവസം ICU കഴിഞ്ഞു, 3ാമത്തെ ദിവസം രാവിലെ അമ്മ ഇറക്കുമ്പം എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞതാണ്, ഇനി ഒരിക്കലും ICUവിൽ എന്നെ കയറ്റരുത്, ഒന്ന് സംസാരിക്കാൻ പോലും ആളില്ല. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. കാരണം ദർ ഇസ് നോബഡി ടു ലിസൺ ടു എ പേഷ്യൻറ്റ് ഇൻ എൻ ICU. അത് നമ്മളെപ്പോഴും വി ഹാവ് ടു ഫീൽ. നമുക്ക് അകത്ത് കിടക്കുന്ന ഓരോ പേഷ്യൻസും നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീലിങ്സ്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു. കാരണം എന്താ, വിസിറ്റിംഗ് ടൈം ഹോസ്പിറ്റലിൽ ദിവസം ഒരു നേരമേ ഉള്ളൂ. എന്തുകൊണ്ട് 2 നേരം കൊടുത്തുകൂടാ? സ്റ്റഡീസ് ഉണ്ട്, പഠനം പറയുന്നുണ്ട്. ഫാമിലി വിസിറ്റിംഗ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പേഷ്യൻ്റ് ആവശ്യം ആരെയാണ്?
നഴ്സസിനെയും ഡോക്ടേഴ്സിനും അപ്പുറമാണ് ഫാമിലിയുടെ ഒരു പ്രസൻസ്. ആ ഫാമിലിയുടെ പ്രസൻസിൻ്റെ സ്റ്റഡികൾ കാണിക്കുന്നുണ്ട്. നിശ്ചിത സമയം അവരെ അലോ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് കണ്ടേക്കുന്നു. അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതെല്ലാം എവിഡൻസാണ്. എവിഡൻസസ് അത് നമ്മളുടെ ഹോസ്പിറ്റലുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഓട്ടോണമി ആർക്ക് വേണം? ഹെൽത്ത് കെയർ ടീം ഒരുമിച്ചിരുന്നാൽ മാത്രമേ അതിനൊരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ്. ശരിയായ രീതിയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സ്ഥാപനവും വ്യക്തിയും വേണം. സ്ഥാപനത്തിൽ അനുപാതം, നഴ്സ് രോഗി അനുപാതം എപ്പോഴും നമുക്കറിയാം, അതൊരിക്കലും മാച്ച് ചെയ്ത് പോകുന്നതല്ല. പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ഇത് രണ്ടും വേണം. പിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞു സെൽഫ് കമ്പാഷൻ. നമ്മൾ നല്ല കുറച്ച് 7 ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു നമ്മളിൽ ഉണ്ടാവേണ്ട, നമ്മൾ വളർത്തിയെടുക്കേണ്ട, ഉണ്ടാവാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ പരിശ്രമിച്ച് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ വൈകാരിക ബുദ്ധികളുണ്ട്. അത് വികസിപ്പിച്ചെടുക്കുക. സ്വയം പരിചരണം, ദാറ്റ് മീൻസ് സെൽഫ് കമ്പാഷൻ. അത് വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ശരിയായ രീതിയിൽ വ്യക്തിയും സ്ഥാപനവും സപ്പോർട്ട് ചെയ്താലാണ് കമ്പാഷനേറ്റ് കെയർ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നഴ്സ് സ്ഥാപനത്തിൻ്റെ പിന്തുണ, ശാസ്ത്രീയ തെളിവുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. രോഗിയുടെ സമഗ്ര സൗഖ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. രോഗിയെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കണം. രോഗവും മനസ്സിലാക്കണം. അതുമാത്രം പോരാ, അവരുടെ വേദന മനസ്സിലാക്കി ആശ്വാസം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ശരിക്കുള്ള കമ്പാഷനേറ്റ് കെയർ കൊണ്ട് നമുക്ക് സാധിക്കും. കരുണയാണ് മികച്ച ചികിത്സയുടെ നല്ലൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനം. അതിൽ കരുണ, അനുകമ്പ, പല രീതിയിൽ നമ്മൾ അതിനെ പറയും. അനുകമ്പയോടുകൂടിയുള്ള പ്രവർത്തനം, അതിൻ്റെ അവസാനം വരുമ്പോൾ നമ്മളറിയാം, നമ്മൾ രോഗിയോടൊപ്പം ഇരിക്കുമ്പോൾ അവരുടെ സ്വരം നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് ആ സ്വരത്തിൽ കിട്ടുന്ന അവരുടെ വേദനയാവട്ടെ, അവരുടെ ആവശ്യങ്ങളായിക്കോട്ടെ, അതനുസരിച്ചൊരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ അവിടെ കമ്പാഷൻ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് നഴ്സിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയം. ഇതിലേക്ക് ഇന്നിവിടെ വന്ന് ഇതിലേക്ക് ഒരു ചെറിയ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിരുന്നു. കുറച്ച് സ്റ്റഡീസ് വായിച്ചു. അതിനെ ബേസ് ചെയ്താണ് ഇന്നിവിടെ വന്ന് എന്നെ ക്ഷണിച്ച നമ്മുടെ ഡോക്ടർ ബ്രഹ്മപുത്രൻ സാറിനെ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇത് കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്ത സ്പീച്ച് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു. പ്രോഗ്രാമിലുള്ള ടൈമായി എസ്പെഷ്യലി ഡോക്ടർ ആശ, ഇന്നത്തെ ഈ നല്ല ദിവസം, വേൾഡ് ഹെൽത്ത് ഡേ, ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ, ആരോഗ്യ പരിപാലനത്തിലെ അനുകമ്പയ്ക്ക് വേണ്ടി എന്നുള്ള സെമിനാർ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോട് അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാധാരണ വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറഞ്ഞാൽ, ഞാൻ ഗൈനക്കോളജിസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം, എൻ്റെ മനസ്സിൽ വേൾഡ് ഹെൽത്ത് ഡേ മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോൾ മേയറായപ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം, മറ്റന്നാൾ നമ്മുടെ എലക്ഷൻ, ഇന്ന് കലാശക്കൊട്ടാണ്. വേറെ ഏത് മേയറായിരിക്കട്ടെ എൻ്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടും ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിലേക്ക് കടന്നു വന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ആശ, അമല നഴ്സിംഗ് കോളേജ്. ഞാൻ അമലയിൽ വന്നിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാമിന് ഞാൻ ലാമ്പ് ലൈറ്റിംഗ് സെറമണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കൃത്യം ടൈമിൽ തന്നെ ഞാൻ ചെന്നു. അവരാണ് ഡിലേ വെച്ചത്. അങ്ങനെ ഞാൻ ടൈം കീപ്പ് ചെയ്ത് വരുന്ന ആളാണ്. എനിക്കറിയാം ഓരോ പ്രോഗ്രാമിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച. ഇനി ഒഫ്താൽമോളജിസ്റ്റുകൾ സംസാരിക്കാനുണ്ട്. ഡോക്ടർ സനിത സത്യൻ, അതുപോലെ തന്നെ ഡോക്ടർ ആശ പ്രഭാകരൻ, മൗലാന ഹോസ്പിറ്റലിൽ നിന്നുള്ള പീഡിയാട്രിഷ്യൻ, റൈറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരുടെ സംഭാഷണം കേൾക്കാൻ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ്. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിനെക്കുറിച്ച്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ഇഫക്റ്റീവായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അനുഭവിച്ചിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഇവിടെ സർവീസ് ചെയ്യുന്ന കുറേ അധികം ആളുകളെ എനിക്കറിയാം. ഞങ്ങൾ കടന്നു വന്നപ്പോൾ സിസ്റ്റർ രാധയുടെ ഫോട്ടോ കണ്ടു. നിങ്ങളെല്ലാവരും അവരെ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അവർ മരിച്ചിട്ട് ഇപ്പോൾ എത്ര കൊല്ലം? 1 കൊല്ലം. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. ഞാൻ ഈ ഗവൺമെൻറ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ രാധ മേഡത്തിൻ്റെ അല്ലെങ്കിൽ രാധ സിസ്റ്ററിൻ്റെ
ഫോട്ടോ കണ്ടുകൊണ്ടാണ് ഞാനിങ്ങോട്ട് കടന്നു വന്നത്. അതുപോലെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ഇന്ദിര ചേച്ചി എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള വ്യക്തികളാണ്. അതുപോലെ ട്രീസ ടീച്ചർ എവിടെയാണ് ഉണ്ടായിരുന്നു? ഞാൻ കടന്നു വരുമ്പോൾ ട്രീസ ടീച്ചർ, ഞാൻ ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ PT മിസ്സായിരുന്നു, ടീച്ചറായിരുന്നു. ആൾ ഭയങ്കര പുലിയായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ വളരെയധികം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇത്ര നന്നായിട്ട് പോകുന്ന ഒരു സമയത്ത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഞാൻ മേയറായതിനു ശേഷം ഈ ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിങ്ങിൽ പാലിയേറ്റീവ് ഡേയുടെ അന്ന്, അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇതിൽ. ഇപ്രാവശ്യത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീമിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. നമ്മൾ ഡോക്ടർമാർ മാത്രമല്ല, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സർവീസ് ചെയ്യുന്നവർ മാത്രമല്ല, സമൂഹം മുഴുവൻ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സമൂഹം, സംസ്ഥാനം, രാജ്യങ്ങൾ തമ്മിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹെൽത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം, ചെറിയൊരു വൈറസ് കൊറോണ ലോകത്തിനെ മുഴുവൻ വിറപ്പിച്ച ചെറിയൊരു വൈറസ് ലോകത്തിനെ മുഴുവൻ ഒന്നിപ്പിച്ചു അല്ലേ? അവിടെ മനുഷ്യൻ്റെ ജീവന് മാത്രമായിരുന്നു നമ്മൾ വാല്യൂ കൊടുത്തത്. ഞങ്ങളുടെയൊക്കെ കമ്മ്യൂണിറ്റി മെഡിസിൻ പുസ്തകത്തിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ തലതൊട്ടപ്പം എന്ന് വേണമെങ്കിൽ പറയാം, വിർഷോ അദ്ദേഹം പറഞ്ഞത് മെഡിസിൻ ഈസ് പൊളിറ്റിക്സ് ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് പൊളിറ്റിക്സ് ഈസ് മെഡിസിൻ ഓൺ എ ലാർജ് സ്കെയിൽ. അതായത് രാഷ്ട്രീയവും മെഡിസിനും തമ്മിൽ അത്ര അഭേദ്യമായ ബന്ധമുണ്ട്. അത് നമുക്ക് തെളിയിച്ച് കണ്ടത് നമ്മൾ കൊറോണയുടെ സമയത്ത് ലോകം മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാ സംവിധാനങ്ങളും, രാഷ്ട്ര സംവിധാനങ്ങൾ, ഭരണ സംവിധാനം, അതെല്ലാം ഈ കൊച്ചു വൈറസിനെ നമ്മുടെ ലോകത്ത് നിന്ന് എന്താ പറയുക തുരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ സാമൂഹ്യ സേവനം, ഞങ്ങളുടെ രാഷ്ട്രീയ സേവനം, സാമൂഹ്യ സേവനം ഒക്കെ പറയുന്നത് ഈ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഏതൊരു രാജ്യമാവട്ടെ, ഏതൊരു സംസ്ഥാനമാവട്ടെ, ഏറ്റവും കൂടുതലായിട്ട് ഫണ്ട് ചിലവാക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങളുടെ ലോക്കൽ ബോഡി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കേണ്ട മേഖല ഹെൽത്താണ്. അപ്പോൾ പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് കുറവാണ്. ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഹോൾ സ്കെയിലിൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ. ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ. നമുക്ക് ഒത്തൊരുമിച്ച് ഞാനിനി അടുത്ത ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷനിൽ ഞാൻ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ പ്ലാനുണ്ട്. അതിന് ഹെൽത്തിൽ നിന്ന് ആളുകളുണ്ടാവും. എല്ലാ വകുപ്പിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. ഹെൽത്തിലേക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ വ്യക്തി ശുചിത്വം, ഓക്കെ, പരിസര ശുചിത്വം, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശുചിത്വം. അത് ഞങ്ങൾ കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. നമ്മളെല്ലാവരും ഒരു ടീം വർക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ മാർച്ച് 1-ാം തീയതി നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ തൃശ്ശൂരിൽ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ മേയർ എന്ന നിലയ്ക്ക് ഗൗണൊക്കെ ഇട്ട് പോയിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ച്. അദ്ദേഹം സ്വീകരിച്ചപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത്, കൺഗ്രാജുലേഷൻസ് ന്യൂലി ഇലക്റ്റഡ് മേയർ, യു ഹാവ് ടു കീപ് ദ സിറ്റി ക്ലീൻ ആൻഡ് നീറ്റ് എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് നൽകിയത്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സോഷ്യൽ സർവീസ്, ഒരു വലിയൊരു സാമൂഹ്യ സേവനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. കാരണം നമുക്കറിയാം, വോളണ്ടറി സർവീസ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി കടന്നു വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വലുപ്പം, അതാണ് ഞാനിവിടെ നോക്കിക്കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു റിട്ടേൺസും ഇല്ലാതെ സേവനം ചെയ്യുക എന്ന് പറയുന്നത് അത് നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സേവനത്തെ ഞാൻ വിലമതിക്കുന്നു. അതിന് വലിയൊരു വില മറ്റാരും കണ്ടില്ല. എനിക്കത് കാണാൻ
സാധിക്കും. തീർച്ചയായിട്ടും ഈ ഇന്നത്തെ സ്പീക്കേഴ്സിനെ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. മാഡം അത് വളരെ കൃത്യമായിട്ട് ടോപ്പിക്കിൽ വളരെ വ്യക്തമായിട്ട് എല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം വിട്ടുപോയി, എനിക്ക് ബുക്ക് തന്നതിന് പ്രത്യേകം നന്ദി. അതന്നെയല്ലേ? ഞാനൊരു കുട്ടികളുടെ കണ്ണ് ഡോക്ടറാണ്, ഒരു കാറ്ററാക്ട് സർജനാണ്. ഈ കമ്പാഷനെ കുറിച്ചുള്ള ഈ ഒരു പരിപാടിയിൽ ഞാൻ ബ്രഹ്മോത്തം സാറിനോട് ചോദിച്ചു ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ 2 ചാപ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അനുകമ്പയുടെ വഴികൾ എന്നതിനെക്കുറിച്ച് സംസാരിച്ചോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആലോചിച്ച പല കാര്യങ്ങളും എന്നിൽ മുമ്പ് വന്ന സ്പീക്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊതുവായി ചർച്ച ചെയ്യപ്പെടാത്തതെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു തോട്ടിന് വേണ്ടി നമുക്കിടാം, നമുക്കതിന് ശേഷം ചർച്ചയാവാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ എംപതി എന്നുള്ളതും കമ്പാഷൻ എന്നുള്ളതും, ആ ഒരു കമ്പാഷൻ എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഒരു തത്തുല്യമായൊരു പദം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഈ ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാവരും പലതരത്തിൽ ഡിസ്കസ് ചെയ്തു. പല വാക്കുകളുണ്ട്: ദയ, കരുണ, അനുതാപം, അനുകമ്പ, ആർദ്രത, അങ്ങനെ നമുക്ക് ഒരുപാട് പദങ്ങളുണ്ടെങ്കിലും നമ്മളത് കമ്പാഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒന്ന് പകരം മറ്റൊന്ന് നിൽക്കാത്തതുകൊണ്ട് അത് സന്ദർഭം പോലെയാണ് ഈ ട്രാൻസ്ലേഷനിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ബേസിക്കലി നമുക്കറിയുന്ന പോലെ സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് അതിന് 2 വശങ്ങളുണ്ട്. ഫീലിംഗ്, അതർ പേഴ്സൺസ് ഫീലിംഗ്. നിങ്ങളുടെ ദുഃഖം ഞാൻ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സഹാനുഭൂതി അല്ലെങ്കിൽ എംപതിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ. അതിൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്റ്റൻഷനാണ് നോയിങ് അതർ പേഴ്സൺസ് ഫീലിംഗ്. ഇത് കഴിഞ്ഞ അടുത്ത പടിയാണ് കമ്പാഷൻ. ഈ നോയിങ്ങിനും ഫീലിങ്ങിനും ശേഷം നിങ്ങളുടെ കഷ്ടത അല്ലെങ്കിൽ നിങ്ങളുടെ സഫറിങ് അലിവിയേറ്റ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് ഒരു ആക്ഷൻ, സാറ് പറഞ്ഞ പോലെ ഒരു കർമ്മോന്മുഖത നമുക്ക് വരുമ്പോഴാണ് അത് കമ്പാഷൻ ആവണം. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ, ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനിത് വായിച്ചു, ഇതൊരു വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രം ഉണ്ട്, ശാസ്ത്രം നല്ലതാണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു ഫ്രോണ്ടിയേഴ്സിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കാവുന്നൊരു കാര്യമല്ല. നമ്മൾ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവാത്തതും ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഒരു വ്യക്തിയിൽ എങ്ങനെയാണത് കമ്പാഷനറ്റ് ബിഹേവിയറായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പം ഇത് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കമ്പാഷൻ എപ്പോഴും ഒരു പേഴ്സണൽ വെർച്യൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഏറ്റവും രോഗി പറയും നല്ല ഡോക്ടറാണ്. ഇപ്പം ദിവാകരൻ സാറ്, ഞാൻ MBBS തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന തൊട്ട് ഞാൻ ഈ ഹാളിൽ അപ്പുറത്തെ താഴത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ ദൂരെ നിന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാലും അത് അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന 1, 2, 3 മുഖങ്ങളുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തിഗതമായിട്ടുള്ള ഒരു ഇമേജസാണ് എൻ്റെ മനസ്സിൽ. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പാഷൻ ഒരു വ്യക്തിഗതമായൊരു ഗുണം അല്ലെങ്കിൽ വെർച്യൂ എന്നതിനപ്പുറം ഒരു സിസ്റ്റം, കമ്പാഷനറ്റ് സിസ്റ്റംസ് ഉണ്ടാക്കാനും കമ്പാഷനറ്റ് സിസ്റ്റംസ് നിലനിർത്താനും അത് റിഫൈൻ ചെയ്യാനും പോളിഷ് ചെയ്യാനുമുള്ള ഒരു യാത്രയാണ് ഒരുപക്ഷെ ഒരു കമ്പാഷനറ്റ് സൊസൈറ്റി ഏറ്റെടുക്കേണ്ടത്. അത് ഒരിക്കലും മെഡിസിൻ അല്ലെങ്കിൽ സാന്ത്വന പരിചരണമോ അല്ലെങ്കിൽ ഞാനൊരു സർജനാണ് ആ രീതിയിലുള്ള ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവരുടെ വ്യക്തിപരവും തൊഴിൽപരമായ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനോടൊപ്പം ഒരു കമ്പാഷനറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്പാഷനറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യാതെ ഇതിനൊന്നും ഐസൊലേറ്റഡ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനിവിടെ അത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഗവൺമെൻറ് സെക്ടർ വളരെ നന്നായിരിക്കുന്നു. എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റ് ഒരു ദിവസം എന്നോട് പറഞ്ഞു,
76 സൈക്യാട്രി രോഗികളെയാണ് പുനലൂർ ആശുപത്രിയിൽ 9 തൊട്ട് 2 വരെയുള്ള സമയത്ത് അവൻ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് നീ എങ്ങനെയാണിത് സാധിക്കുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ പ്രദേശത്ത് ആകെയുള്ള ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരേ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ. എനിക്ക് വളരെ സങ്കടം തോന്നും എൻ്റെ അവസ്ഥ. പക്ഷേ എനിക്ക് ആ പേഷ്യൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത്ര സമയം എനിക്ക് ഒഴിവുണ്ട്, നിങ്ങളൊരു പക്ഷേ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ ക്ലിനിക്കിലേക്കോ വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. പക്ഷേ ആ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ രോഗി ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ICUവിൻ്റെ ഉള്ള രോഗികൾ പലപ്പോഴും നേഴ്സിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, ഡോക്ടർ വേണ്ട വിധത്തിൽ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നില്ല. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് നേഴ്സ് അന്ന് ഇറിറ്റേറ്റഡായി പെരുമാറിയത്, എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് പറഞ്ഞത്? പല കാരണങ്ങളുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ വോള്യൂം ഒട്ടും പ്രപ്പോർഷനേറ്റ് അല്ല. ഇതെങ്ങനെ മാറണം? അതൊരു കമ്പാഷനറ്റ് ആയിട്ടുള്ള ഇതൊരു സിസ്റ്റത്തിന് ആവശ്യമുണ്ടെന്നും ഒരു ഗവൺമെൻറ് ലെവലിലോ ഒരു ലീഡർഷിപ്പോ ഒരു പോളിസി ലെവലിൽ അഡ്വക്കസി ലെവലിലൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇൻഡിവിജ്വൽ വെർച്യൂ എന്നതിൽ അപ്പുറം കമ്പാഷനറ്റ് സിസ്റ്റംസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനും അത് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ വ്യക്തമായി അത് ആക്ഷനബിളായി തീരുന്നതെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഷൗക്കത്ത് സാറ് പറഞ്ഞതിന് ഞാൻ കുറച്ചൊന്ന് ഞാനൊരു കമ്പാഷൻ ന്യൂറോ സയൻസ് പറയുന്നത് എൻ്റെ ഒരു പരിമിതമായ വായനയിൽ നിന്നും ഈ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും പറയുന്നത്, മനുഷ്യൻ ഇൻഹറൻ്റ്ലി കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു ആനിമലാണെന്നാണ്. കമ്പാഷൻ, നമ്മളാരും കമ്പാഷൻ ഇല്ലാത്തവരല്ല, നമ്മളെല്ലാവരും വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമുക്ക് കമ്പാഷൻ ഇല്ലാതെ പെരുമാറേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമുക്കറിയാം, യുദ്ധമുണ്ട്, ഇലക്ഷനുണ്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഹാളിലിരുന്ന് കമ്പാഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ ബേസിൽ നിന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതായത് എന്നിൽ ഇദ്ദേഹം സങ്കടപ്പെടുമ്പോഴോ ഇദ്ദേഹം സന്തോഷിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ കോർട്ടെക്സ് മീസോ കോർട്ടിക്കൽ സ്ട്രക്ചേഴ്സിൽ, അമിഗ്ദലയിൽ, ഹൈപ്പോതലാമസിൽ, ഇൻസുലാർ കോർട്ടെക്സിൽ ഉണ്ടാവുന്ന മെഷറബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാവുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ എൻ്റെ തലയിലും എൻ്റെ തലച്ചോറിലും ഇതേ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് മിറർ ന്യൂറോൺസ്. 90കളിൽ വന്ന തിയറിയാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഏറെക്കുറെയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നൊരു തിയറിയാണ്. മറ്റൊരാളുടെ ക്ലേശം, ദുഃഖം അയാളിൽ ഉണ്ടാക്കുന്ന ന്യൂറോ ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഒരു മിറർ പോലെ, ഒരു കണ്ണാടി പോലെ എൻ്റെ തലച്ചോറിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു വലിയ പ്രശ്നം നമ്മൾ കരഞ്ഞു പോകുന്നത്. നമുക്കറിയാം അത് സിനിമയാണ്, എല്ലാം അറിയാം, പക്ഷെ നമ്മളത് ചെയ്തു പോകും. മറ്റൊരാളുടെ സന്തോഷം, ഇപ്പോൾ ഒരാൾ വളരെ മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന അദ്ദേഹം ബെയ്ജിങ്ങിൽ സ്വർണ്ണം നേടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഞാൻ നീന്താൻ അറിയാത്ത ആളാണ്, പക്ഷെ അത്രയും ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു വലിയ ലീഡർ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും ഉദ്ദീപിപ്പിക്കുന്നൊരു വികാരമുണ്ട്. അത് വളരെ ന്യൂറോ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ബേസിസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം പറഞ്ഞു വരുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി ഇൻഹറൻ്റായിട്ട് കമ്പാഷനുള്ള ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സാറ് പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. മനുഷ്യൻ്റെ ഒരു സ്പീഷീസ് എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ജോലി തൻ്റെ ജീനിനെ ഓരോ തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് സാധിക്കണമെങ്കിൽ ഏറ്റവും സേഫ് സ്പേസ് മനുഷ്യൻ കണ്ടെത്താൻ നോക്കും. ആ സേഫ് സ്പേസ് മനുഷ്യൻ എന്നുള്ളൊരു ജീവിക്ക് എപ്പോഴും ഒരു ട്രൈബ്, ഒരു ഗോത്രം, ഒരുമിച്ച് നിൽക്കുന്ന ഒരാളുകളുടെ, അപ്പോൾ ആ രീതിയിൽ കോമ്പറ്റീഷനേക്കാളും കൊളാബറേറ്റീവായിട്ടുള്ള ഒരു വസ്തുതയാണ് മനുഷ്യരാശി എപ്പോഴും കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്ത്, മനുഷ്യൻ അടിസ്ഥാനപരമായി വളരെ കമ്പാഷനായിട്ടുള്ള ഒരാളാണ്. ഈ കമ്പാഷൻ ഇതിൻ്റെ ഇടയിൽ ലെയേഴ്സിൻ്റെ ഇടയിൽ അടിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ ഉണർത്തുക എന്നുള്ളതായിരിക്കും. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, കമ്പാഷൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? കമ്പാഷൻ ഈസ് ഇറ്റ് കൾട്ടിവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ന്യൂറോ സയൻസ് പറയുന്നത് അത് കൾട്ടിവബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. കാരണം അതിൽ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന പോലെ പലതരം മെഡിറ്റേഷനിൽ കൂടെ, മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ നമ്മളുടെ ഇന്നർ പീസ്
എന്നുള്ളത് എങ്ങനെയാണ് ലോകത്തിൻ്റെ പീസുമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളൊരു അന്വേഷണത്തിൽ കൂടെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാം. വ്യക്തിപരമായും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് സമൂഹത്തിന് മുന്നോട്ടും പോകാം എന്നുള്ളത് തന്നെയാണ് കമ്പാഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇതിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗം ഒന്ന് ഇതാണ്, ഓക്സിറ്റോസിൻ സിസ്റ്റം. അതായത് നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു ന്യൂറോ ഹ്യൂമറൽ ഓർഗാനിസമാണ് നമ്മുടെ തലച്ചോറിൽ വരുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും മറ്റു ഹോർമോൺസാണ് നമ്മളെ ബേസിക്കലി പല വികാരങ്ങൾ ഉണ്ടാക്കുന്നത്. സ്നേഹം, പ്രണയം, ദേഷ്യം എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. ഇതിൽ തന്നെ ഏറ്റക്കുറവുകൾ ഉണ്ടാകാം. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം, കമ്പാഷൻ എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ എവിടെയാണ് നമ്മുടെ തലച്ചോറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്വേസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ചില ആക്ടിവിറ്റി കൂടെ, ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളിലൂടെ ഇത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു ഭാഗത്തിൽ ദ സോഷ്യൽ എക്സ്പീരിയൻസ് ഓഫ് മോറൽ എലിവേഷൻ എന്നാണ് അതിൻ്റെ. ഇത് പറയാൻ വളരെ ഞാൻ എങ്ങനെ പറയുന്ന ആലോചിച്ചു. ഷൗക്കത്ത് സാറ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. സാർ അത് പറഞ്ഞ ആ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യമുണ്ടല്ലോ, ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പരിസരം ഞങ്ങളുടെ ഉള്ളിൽ ഒരു മോറൽ എലിവേഷൻ്റെ പ്ലേസാണെന്നാണ് പറയുന്നത്. മോറൽ എലിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവം ഉണ്ടാകും, അതുണ്ടാക്കിയ അതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ളൊരു വികാരങ്ങളുണ്ടാകും. അവിടെ നമ്മൾ എമ്പത്തറ്റിക് ആവുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ കമ്പാഷനും വരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആവ് എക്സ്പീരിയൻസ്, വിസ്മയം എന്ന് പറയുന്നൊരു പ്രതീതി, നല്ലൊരു സൂര്യാസ്തമനം കാണുമ്പോൾ, നല്ല പുസ്തകം വായിക്കുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ മോറൽ എലിവേഷൻ എന്ന് പറയുന്നത്. ആ മോറൽ എലിവേഷനെ ഒരു കമ്പാഷനറ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങും കൂടി നമുക്ക് സാധ്യമാണെന്ന് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം മദർ തെരേസ എന്ന് പറയുന്ന ഒരു രൂപം നമ്മുടെ വരും. പക്ഷേ അതിനേക്കാളുപരി കമ്പാഷൻ നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഉണ്ട്. അത് എങ്ങനെയാണ് അത് അടരുകൾ മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് നമ്മൾ സ്വയം റിഫൈൻ ചെയ്യുക, മനുഷ്യരെന്ന നിലയിൽ ഒരു സെലിബ്രേഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് തോന്നുന്നു. ചർച്ചകൾ, പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. നല്ല പുസ്തകമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളാരും, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ കമ്പാഷനെ കുറിച്ച് സംസാരിക്കാൻ പോകണം. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ചിരിയായിരുന്നു. പുള്ളി പറഞ്ഞു കമ്പാഷനെ കുറിച്ച് അരമണിക്കൂർ എങ്ങനെയാണ് സംസാരിക്കുക, കമ്പാഷനിട്ട് ആയാൽ പോരെ എന്നുള്ളതാണ്. അപ്പോൾ അതാവണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മളെ ഒരിക്കലും കുറയ്ക്കുന്നില്ല, നമ്മൾക്ക് ആഡ് ഓൺ ചെയ്യുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അതിൻ്റെ അനാറ്റമിയോ ന്യൂറോ ഫിസിയോളജിയോ തൊട്ട് അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള മാനങ്ങളും കൂടി പോകുമ്പോൾ മാത്രമാണ് നമ്മളും അതിലൂടെ ഉൾച്ചേർന്ന് പോകാൻ തോന്നുന്നു. എല്ലാവർക്കും നന്ദി. ഡിസ്കഷൻസ് ആവാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അസീസ് സാറും പാർവതി മേഡം പോയോ? പാർവതി മേഡവും എൻ്റെ അധ്യാപകരാണ്. അപ്പം എന്നെ ഞാനാക്കിയ മനുഷ്യരിൽ പെട്ട ആളുകളാണ്. ബ്രഹ്മോത്രൻ സാറ് അടുത്ത സുഹൃത്താണ്. അപ്പം സനിതേനെ എനിക്ക് കേട്ടറിവുണ്ട്. നിജി ആക്ച്വലി എൻ്റെ സീനിയർ ബാച്ച് ആയിരുന്നു. നിജിക്ക് എന്നെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് നിജിനെ നല്ല ഓർമ്മയുണ്ട്. അപ്പം എല്ലാവരും വേണ്ടപ്പെട്ടവരും എല്ലാവരും സുഹൃത്തുക്കളും. ഷൗക്കത്തിനെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഷൗക്കത്തിൻ്റെ പല സുഹൃത്തുക്കളും ആരാധകരും എൻ്റെയും കൂടി സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് കേട്ട ആളുകളും ഒരുപാട് അറിവുള്ള പരിചയമുള്ള ആളുകളും തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഈ പുസ്തകത്തിൻ്റെ കുറച്ച് അധ്യായങ്ങൾ പരിഭാഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ആശാ പ്രഭാകരൻ. ഞാനൊരു പീഡിയാട്രീഷ്യനാണ്. ഇതിനു മുമ്പ് ഞാൻ ഇത് ബുക്ക് പരിഭാഷപ്പെടുത്തിയതിലേക്ക് വരാനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. പാരൻറ്റിങ്ങിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പം കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ പുസ്തകം ഒരുപാട് വിറ്റുപോവുകയോ ഒരുപാട് ആളുകളിൽ എത്തിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച്, ഒന്നാമത് നമുക്ക്
മാർക്കറ്റിംഗ് ഒന്നും അതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും വഴിയില്ല, മാർഗ്ഗവും ഇല്ല, സമയവും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുസ്തകം എഴുതി ഒരു സൈഡിൽ ഇട്ടു എന്നല്ലാതെ ഒന്നും അറിയില്ല. അപ്പം ഈ പുസ്തകം ബ്രഹ്മോത്ര സാർ വായിക്കാനിടയായി. അങ്ങനെയാണ് സാറിനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷനിലേക്ക് വന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനോഹരമായ അനുഭവമായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ട്രാൻസ്ലേഷനിലൂടെ തന്നെ ഞാൻ എന്നെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ ഒരുപാട് നോക്കുകയും, ആക്ച്വലി പുസ്തകത്തിൻ്റെ ഒരു ഗുണം അതാണ്, നമ്മളിലേക്ക് തന്നെ നോക്കുകയും നമ്മളെ തന്നെ നമ്മളെ മാറ്റിയെടുക്കാനും പുതുക്കിയെടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ ഞാനിതൊക്കെ എഴുതിയിട്ടു. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഞാനത് ഇരുന്നിട്ട് 12 മണി വരെ ഇരുന്നിട്ട് ഇതൊക്കെ എഴുതിയിട്ടിട്ട് 2-3 പേജൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുവരെ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടി ഞാൻ പറയാൻ എഴുതിയിട്ട് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണത് വെറും മണ്ടത്തരാവുന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ അവർ പറയാത്തതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കണം. ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പം ഇന്ന് കെയർ ആൻഡ് കമ്പാഷനാണ് എനിക്ക് തന്ന ഭാഗം. അതല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ പരിഭാഷപ്പെടുത്തി തന്നെ പറഞ്ഞ് ഞാൻ ഒഴിവായി പോയേനെ. അപ്പോൾ കെയർ ആൻഡ് കമ്പാഷൻ എന്ന് പറഞ്ഞ ഭാഗം തന്നതുകൊണ്ടാണ് ഞാനിത് കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി ഇരുന്ന് വായിച്ചത്. അപ്പോൾ എന്തായാലും വായിച്ച കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാത്തതുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഹിപ്പോക്രാറ്റസിൻ്റെ കാലത്ത് തന്നെ ഈ കമ്പാഷന് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളുടെ ചികിത്സാ രംഗത്ത്. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ചികിത്സകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്പോക്രാറ്റസ് പറയുന്നത് അയാൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. അതായത് ഫിലാന്ത്രോപ്പിയ ആൻഡ് ഫിലോടെക്നിയ, ഇതാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്കുകൾ. ഫിലാന്ത്രോപ്പിയ എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിനോടുള്ള സ്നേഹം. അതുപോലെ ഫിലോടെക്നിയ എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ടെക്നിക്കൽ സ്കിൽസ്. ഇത് രണ്ടും കൂടി കൃത്യമായി ചേർന്ന് വരുമ്പോഴാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ കമ്പീറ്റൻസ് ഉള്ള ഒരു ചികിത്സകൻ ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു മനുഷ്യത്വമുള്ള നമ്മളൊരു നൂറ്റാണ്ട് മുമ്പത്തെ ഡോക്ടർമാരെ കാര്യം ആലോചിക്കുക. അന്ന് ആക്ച്വലി നമുക്ക് ഈ പറയുന്ന മരുന്നുകളൊന്നുമില്ല, അനാൾജസിക്സ് ഇല്ല, ആൻറ്റിബയോട്ടിക്സ് ഇല്ല. നമ്മളുടെ ഈ സർജിക്കൽ സ്കിൽസൊക്കെ വളരെ പ്രാകൃതമായ പല സർജറികളുമാണ്. അന്നത്തെ ചില ചികിത്സാ രീതികളൊക്കെ വായിച്ചാൽ നമ്മൾ ആക്ച്വലി ചിരിച്ചു പോകും. ഇന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള പല ചികിത്സകളുമാണ് അന്നത്തെ ചികിത്സന്മാർ ചെയ്തിരുന്നത്. പക്ഷെ എന്നിട്ടും ആളുകൾ അവരെ വിശ്വസിക്കുകയും അവരെ ദൈവമായി കാണുകയൊക്കെ ചെയ്തു, അല്ലേ? ചികിത്സകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടൊക്കെ ആക്ച്വലി മനുഷ്യർ കണ്ടിരുന്നു. അത് എന്തുകൊണ്ടാണ് മനുഷ്യരങ്ങനെ കണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്. അന്ന് മനുഷ്യൻ്റെ കയ്യിൽ, അന്നൊരു ഡോക്ടറുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കമ്പാഷനാണ്. ആ ഒറ്റ കമ്പാഷൻ വെച്ചിട്ടാണ് അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമൊക്കെ ആയി മാറിയത്. വേറെ ഒന്നും അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ സാധനം കമ്പാഷൻ വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ആൾരൂപമൊക്കെ ആയി മാറിയത്. പക്ഷെ കാലം കടന്നു പോയപ്പം നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു. എന്താ പറയുക, നമ്മൾ പെൻസിലിൻ കണ്ടുപിടിച്ചു, അനാൾജസിക്സ് കണ്ടുപിടിച്ചു, ആൻറ്റി കൺവൾസൻസ് കണ്ടുപിടിച്ചു, അനസ്തീഷ്യ കണ്ടുപിടിച്ചു, അല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ റോബോട്ടിക് സർജറി വരെയായി. ഇപ്പോൾ റോബോട്ടിക്കൽ യുഗത്തിലേക്ക് എത്തി നിന്നപ്പം എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് മെച്ചപ്പെട്ടു വന്നു. പക്ഷേ ഈ കമ്പാഷൻ എന്ന് പറഞ്ഞ സാധനം അതിൽ നിന്ന് അങ്ങോട്ട് പോയി. കമ്പാഷൻ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അതാണ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടായത്. ഇപ്പോൾ രോഗികളുടെ കാര്യം ആലോചിച്ചാലും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികളുടെ കൺസെപ്റ്റിലും ആക്ച്വലി ഈ കമ്പാഷൻ പോയി എന്നുള്ളതാണ്. ഡോക്ടർക്ക് മാത്രമല്ല അത് പോയത്. ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ആരോഗ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണെന്ന് നിജി പറഞ്ഞു. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കോവിഡിൻ്റെ സമയത്ത് അത് കണ്ടു എന്നും പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ 2 വാചകങ്ങളോട് യോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ യോജിക്കില്ല. കോവിഡിൻ്റെ സമയത്ത് കണ്ട എന്താ പറയുക കൺട്രോൾ എന്ന് പറയുന്നത് ഇതല്ല. ദാറ്റ് ഈസ് കൺട്രോൾ. എങ്ങനെ മനുഷ്യരെ നിയന്ത്രണത്തിലാക്കാം എന്നുള്ളതിന് ലോകരാഷ്ട്രങ്ങൾ കണ്ടുപിടിച്ച സാധനമാണ് ആ കൺട്രോൾ. ആ കൺട്രോൾ ഹ്യൂമാനിറ്റിയോ അനുകമ്പയോ ഒരു മാങ്ങാത്തൊലിയോ അല്ല. അതാണ് അതിൻ്റെ സത്യം. അതാണ് അതിൻ്റെ സത്യം. എങ്ങനെ മനുഷ്യനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റിഹേഴ്സലായിരുന്നു COVID-19. അപ്പം അതാണ്. അപ്പോൾ അതിൽ അനുകമ്പയല്ല ഉള്ളത്. അനുകമ്പ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് അതിനെതിരെ പ്രവർത്തിക്കാനാണ്, അത്തരത്തിലുള്ള ശക്തികൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാഷനേറ്റ് കളക്റ്റീവും ഈ ബുക്കും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയല്ല. അപ്പം അനുകമ്പയ്ക്ക് ആരോഗ്യ പരിപാലനത്തിലുള്ള പങ്ക്, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ഒന്ന് അനുകമ്പയും
ആർദ്രതയും. ഇത് ചികിത്സകരുടെ മാത്രം ഞാൻ രോഗികൾ എങ്ങനെ ഇതിന് ഉത്തരവാദിത്തങ്ങളാവുന്നു എന്നുള്ളതിൻ്റെ ഇതിലേക്കാണ് നമ്മൾ വന്നത്. ചിലപ്പോൾ ഞാനിങ്ങനെ വിട്ടുപോകും. അപ്പോൾ അതിൽ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ രോഗികൾ ഉത്തരവാദികളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു 2 ഡോക്ടർമാരെ നമ്മൾ സങ്കല്പിക്കുക. ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 2 ഡോക്ടർമാർ. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പഠിപ്പെല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നു. എല്ലാ MD-DM എല്ലാം പഠിച്ച് സ്വന്തം ഇതിൽ അങ്ങേയറ്റത്തെ അറിവ് നേടി അയാൾ അവിടെ എത്തി. അയാൾ മരുന്ന് കമ്പനിക്കാരുടെ അടുത്തു നിന്നൊന്നും കമ്മീഷൻ വാങ്ങുന്നില്ല. അയാളുടെ രോഗികൾക്ക് വേണ്ടി വളരെ സത്യസന്ധമായിട്ട് അയാൾ പെരുമാറുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെയാണല്ലോ വേണ്ടത്. ദരിദ്രനായവരോട് അയാളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് പരിഹാരം കണ്ടെത്തുന്നു. അയാളുടെ ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കുന്നു, സാമ്പത്തിക കാര്യങ്ങൾ കണക്കിലെടുക്കുന്നു, വീട്ടിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്സ് കണക്കിലെടുക്കുന്നു, എല്ലാം. പക്ഷെ ഇതൊക്കെ കണക്കിലെടുക്കാൻ എന്ത് വേണം? സമയം വേണം. തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗിക്ക് വേണ്ടി ചെലവഴിക്കാൻ അയാൾക്ക് സമയം വേണം. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും സമയമില്ലാതെ നേരത്തെ സനിത പറഞ്ഞ പോലെ ഇതൊന്നും നടക്കില്ല. പക്ഷേ അങ്ങനെ 10 മിനിറ്റ് ഒരു രോഗിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ഡോക്ടർ പുറത്തിരിക്കുന്ന രോഗിയുടെ കണ്ണിൽ എന്താണെന്നറിയോ? അയാൾക്ക് ബുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാന്നേ. ആകെ 4 പേഷ്യൻ്റ് വരും. അതിനെ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ ഡോക്ടർ നോക്കൂ, അയാൾക്ക് 200 ബുക്കിംഗ് ആണ് അല്ലേ? എന്ത് തിരക്കാണ് അയാളുടെ വീടിൻ്റെ മുമ്പിൽ, എത്ര വണ്ടികളാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ OPയുടെ മുമ്പിൽ ഒരുപാട് ആളുകളും അതനുസരിച്ച് നിങ്ങളുടെ പണം വരുമാനം കൂടുകയും നിങ്ങൾ മരുന്ന് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടായാലും എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങൾ വലിയ വീട് വയ്ക്കുകയും അതിൽ നിങ്ങൾ നടക്കുകയും സാധാരണക്കാരിൽ നിന്ന് നിങ്ങൾ ദൂരം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ വലിയ ആളായി മാറുകയാണ്. അയാൾ വേറെ ലെവലായി, നമ്മൾ സാധാ ലെവലായി. അതൊക്കെ സത്യമാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ, സാമൂഹിക ബോധം എന്ന് പറഞ്ഞിട്ടല്ലോ, പുരുഷൻ. അതുപോലെ ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ ഇതുണ്ട്. ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രീഷ്യൻസിൻ്റെ ഇടയിൽ ലേഡി പീഡിയാട്രീഷ്യൻസും മെയിൽ പീഡിയാട്രീഷ്യൻസും ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ആളുകൾക്ക് പൊതുവേ സ്ത്രീകൾക്ക് തന്നെ കുട്ടികളായിട്ട് വരുമ്പം നമ്മളെ ഒരു ഇതാണ്, ഈ സ്ത്രീക്ക് ഇതിനൊക്കെയുള്ള കഴിവുണ്ടാവുമോ? അപ്പുറത്തൊരു മെയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിൽ യാതൊരു സംശയവുമില്ല. അയാളെ കാശ് കൊടുത്ത് പഠിച്ചതായിരിക്കും, സകല തെമ്മാടിത്തരം ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ അവർക്ക് യാതൊരു സംശയവുമില്ല അയാളുടെ കഴിവിൽ. പക്ഷേ നമ്മളെ കഴിവിൽ അവർക്ക് ഭയങ്കരമായ സംശയാലു, അവർ അങ്ങേയറ്റം സംശയാലുക്കളാണ്. പിന്നെ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെന്ത് വില വെച്ചാലും നമ്മുടെ വില നമ്മൾ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുമ്പം അത് ഓക്കെയാണ്. പക്ഷേ ഇതൊക്കെ കുറേ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മൾക്ക് അത് സമൂഹത്തിൻ്റെ ഒരു അതായത് അതുപോലെ സനിത പറഞ്ഞു, മനുഷ്യനെ ജനിക്കുമ്പം എമ്പതി ഉണ്ട്. അത് അങ്ങേയറ്റത്തെ സത്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം പറയുന്നത് ഇത് മാത്രമല്ല. എവല്യൂഷണറി ചാൾസ് ഡാർവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് 1,00,000 വർഷത്തോളമായി മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട്. ഈ മനുഷ്യൻ ഇത്രയും കാലം ഒരു ഐസേജൊക്കെ നമ്മൾ അതിജീവിച്ചു. ഐസേജിൻ്റെ കാലത്തൊക്കെ അങ്ങേറ്റത്തെ തണുപ്പൊക്കെ നമ്മളൊക്കെ മരിച്ചു പോകേണ്ടതാണ്. അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അതിജീവിച്ചു. എങ്ങനെ മനുഷ്യൻ ഇതൊക്കെ അതിജീവിച്ചു? മനുഷ്യൻ അതിജീവിച്ചത് എമ്പതി കൊണ്ട് മാത്രമാണ്. ഈ പറയുന്ന ഒരു സാധനവും അന്നില്ല, ഒരു ഫാക്ടറി ഇല്ല, ഒരു സാധനവും ഇല്ലാത്ത എത്ര കാലം മനുഷ്യൻ അതിജീവിച്ചത് മനുഷ്യൻ്റെ ഉള്ളിലെ എമ്പതി കൊണ്ട് മാത്രമാണ്. എമ്പതി കൊണ്ട് മാത്രം. ഇപ്പം നമ്മൾ നോർത്ത് അമേരിക്കൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അന്തം വിട്ടു പോയിട്ടുള്ളത് അവിടെയാണ്. കൊളംബസ് വന്നിറങ്ങുമ്പോൾ കൊളംബസ് ദ്വീപിൻ്റെ അവിടെ ഇറങ്ങുന്ന സമയത്ത് കൊളംബസിൻ്റെ അടുത്തേക്ക് റെഡ് ഇന്ത്യൻസിലെ സമൂഹം ഓടിച്ചെല്ലുകയാണ്. ഗോത്ര സമൂഹം ഓടിച്ചെന്നിട്ട് അവർ കൊളംബസ് ഇത്രയും യാത്ര ചെയ്തിട്ടൊക്കെ ഒരു കപ്പലിൽ വരില്ല. അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളിനെ കാണുന്നത്. അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ടുള്ള വേഷവിധാനങ്ങളും അവരുമായിട്ട് ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും ഇല്ലാത്ത കൊളംബസ് അവിടെ വന്നിറങ്ങുമ്പം അവർ കൊളംബസിനെ വെള്ളത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ള ഭക്ഷണം, വെള്ളം, വസ്ത്രം ഇതെല്ലാം കൊളംബസിന് കൊടുക്കുകയാണ്, കൊളംബസിൻ്റെ കൂടെയുള്ള നാവികർക്കും. എന്നിട്ട് അത് അവരുടെ ആർദ്രതയാണ്. അവരവിടെ വന്നിട്ട് 30,000 കൊല്ലമായി. മനസ്സിലായോ? 30,000 കൊല്ലമായിട്ട് അവരെ നോർത്ത് അമേരിക്കയിൽ താമസിക്കുകയാണ്. അവർ 200 നേഷൻസ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ഇവരുണ്ടാക്കിയതല്ല. ആ നേഷൻസിൻ്റെ ജോയിനിങ് ആണ് പിന്നീട് യുണൈറ്റഡ് നേഷൻസ് ആയി. അവർ 200 ഗോത്രങ്ങളാണ്, 200 നേഷൻസ്. ഈ നേഷൻസിലെ ഈ ആളുകൾ ഇവരുടെ കയ്യിൽ
ആയുധം ഉണ്ടായിരുന്നില്ല. ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആയുധം എന്താണെന്നറിയോ? ഒരു ചൂരൽ പോലത്തെ ഇത് വെച്ചിട്ട് ഈ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ഇത് മാത്രമേ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവിടെ ഗോൾഡ്, നദീതീരങ്ങളിൽ ഗോൾഡ് ഉണ്ട്, പക്ഷേ ഗോൾഡിൻ്റെ തരികളുണ്ട്. പക്ഷെ അവരത് എടുക്കാറില്ല. കാരണം അവർ ചെറിയ കമ്മലുകൾ ഉണ്ടാക്കാൻ വേണ്ടി, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജൈവികമായതിനും മാത്രമേ, മനോഹരമായതിനും മാത്രമേ അവർ വില കൽപ്പിച്ചിട്ടുള്ളൂ. ജൈവികമല്ലാത്തതിനും മനോഹരമല്ലാത്തതൊന്നിനും വില കൽപ്പിക്കാത്ത ഒരു സംസ്കാരമായിരുന്നു അവരുടേത്. മനസ്സിലായോ? അവർ തമ്മിൽ വഴക്കും തല്ലുമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊരിക്കലും കൊന്നു തീർക്കാറില്ല. അവർക്ക് കൊല്ലാൻ ആയുധങ്ങളും ആവശ്യമുണ്ടായിരുന്നില്ല. ആക്ച്വലി റെഡ് ഇന്ത്യക്കാരെ എവിടെ നിന്ന് പോയവരാ? ചരിത്രം പിന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമ്മളാണ് റെഡ് ഇന്ത്യക്കാർ. ഈ ഇരിക്കുന്ന നമ്മൾ, ഈ ഏഷ്യൻ ഗോത്രക്കാർ ഇവിടുന്ന് നടന്ന് അങ്ങ് എത്തിയിട്ടാണ്, ബെറിങ് കടലിടക്ക് കടന്നിട്ടാണ് നമ്മൾ അവരുടെ ജനിതക സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് നമ്മളിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ എന്താ പറയുക, അവരുടെ ബാക്കിയാണ് നമ്മൾ. അവർ പേറുന്ന അതേ ജീനുകളാണ് നമ്മൾ പേറുന്നത്. നമ്മൾ അങ്ങേറ്റം നല്ല മനുഷ്യരാണ്, നമ്മൾ ചീത്ത മനുഷ്യരേ അല്ല. പിന്നെ നമ്മൾ എങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആർത്തി. എന്നാൽ കൊളംബസ് അവിടെ വന്ന് ഇറങ്ങിയ കൊളംബസ് അങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യൂറോപ്പിലെ ഇതാണ് വെച്ചാൽ അവിടെ ദാരിദ്ര്യമായിരുന്നു. അവിടെ പരമദാരിദ്ര്യത്തിൽ സർവൈവലിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ആളുകളാണ്. ഈ അതായത് മനുഷ്യനൊരു സർവൈവൽ മോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇതാണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതിലേക്ക് അവനെത്തും. നമ്മൾ ഈ സർവൈവൽ, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വേറൊരു കാര്യം അതാണ്. മനുഷ്യന് ഒന്നുകിലും നമുക്ക് ഈ സർവൈവൽ മോഡിൽ നമ്മൾ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു പിന്നെ നമ്മൾ ഭക്ഷണം, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ നിലനിൽപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോപ്പമിൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി, അതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് ആവശ്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവനവൻ്റെ നിലനിൽപ്പ്, ജീവന് വേണ്ടിയുള്ള ഇതാദ്യം, അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് വേണ്ടിയുള്ളത്, ജീവനും ജീവിതത്തിനും വേണ്ടിയുള്ള ഇത് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യം സമാധാനമാണ്. പിന്നെ മനുഷ്യൻ സമാധാനപ്രിയനാണ്, പിന്നെ മനുഷ്യന് കമ്പാഷനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ജീവനും ജീവിതത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ പെടുന്നതുകൊണ്ടാണ് നമ്മൾ കമ്പാഷനേറ്റ് അല്ലാതെ ആവുന്നത്. നമ്മളെ ചെറുപ്പം തൊട്ടേ നമ്മളെ ഇതിലങ്ങോട്ട് പിടിച്ചിടുകയാണ്. നമ്മൾക്ക് ഈ സമാധാനം എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് നമ്മൾ പോയിട്ട് നമ്മൾ ജീവനും ജീവിതത്തിനും വേണ്ടിയുള്ള ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. പക്ഷേ ഇതിന് മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വരികൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത് ഞാൻ എനിക്കിഷ്ടമുള്ള കുറച്ച് വരികളാണ്, അത് ഞാൻ എഴുതി കൊണ്ടുവന്നതാണ്. എന്തായാലും ഞാനിത് വായിക്കുകയാണ്. ഇത് സൂര്യസൂക്തങ്ങൾ എന്ന് പറയുന്ന ഷംസ് തബ്രീസിൻ്റെ വരികളാണ്. രോഗങ്ങൾ, അത്യാഹിതങ്ങൾ, നഷ്ടങ്ങൾ, മാറി മാറി വരുന്ന ദുരിതാനുഭവങ്ങൾ, അവ നമ്മെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥതയും മുൻവിധിയും ഒഴിവാക്കി എങ്ങനെ കൂടുതൽ കൂടുതൽ അനുകമ്പയുള്ളവരും നന്മയുള്ളവരും ആയിരിക്കാമെന്നാണ്. എന്നിട്ടും നമ്മിൽ ചിലർ ജീവിതാനുഭവങ്ങളാൽ ആർദ്രതയുള്ളവരായി തീരുമ്പോൾ മറ്റു ചിലർ മുമ്പുള്ളതിനേക്കാൾ കഠിനഹൃദയരായി തീരുന്നു. നിനക്ക് നിന്റെ സംഗീതോപകരണം മാറ്റിയെടുക്കാനാവില്ല, പക്ഷേ അത് ഹൃദ്യവും ശ്രുതിമധുരവുമായി ആലപിക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓർക്കുക, ഒരാളുടെ വേദന എല്ലാവരുടെയും വേദനയാണ്, ഒരാളുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ്. സ്നേഹിക്കാനാകുന്നതിനെ മാത്രമേ ഒരുവന് അറിയാനും കഴിയൂ. സ്നേഹമില്ലാതെ ജ്ഞാനമില്ല. നീ സ്നേഹം തേടി അലയാൻ ആരംഭിക്കുന്ന നിമിഷം മുതൽ നിന്റെ അകവും പുറവും വിശുദ്ധമാകും. വേദനയിലൂടെ മാത്രമേ സ്നേഹം പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ വളരെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയത്. കാരണം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, എനിക്ക് 72 വയസ്സായി, അതിന് താഴെ പ്രായമുള്ള ആളുകൾ അതേ വേവ് ലെങ്ത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാത്തതാണ്. അതേ രീതിയിലുള്ള അടുപ്പങ്ങളാണ്. അപ്പോൾ ഞാനിത് ഒന്ന് സമ്മപ്പ് ചെയ്യാൻ ശ്രമിക്കാം, കുറച്ച് ഇതിനുള്ളിൽ സമ്മപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന്, ഞാനീ മറ്റുള്ള ഷൗക്കത്ത് പറഞ്ഞ ഏറ്റവും മഹനീയമായ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. വാസ്തവത്തിൽ ഷൗക്കത്ത് പറഞ്ഞ ഒരു വലിയൊരു സംഗതിയുണ്ട്. അതായത് മനുഷ്യൻ്റെ തലച്ചോറ് വളരെ കണ്ടീഷനാണ്.
ആ കണ്ടീഷനിങ്ങിന് വള്ളിപ്പടർപ്പ് പോലെയാണത്. ശരിക്കും ഇങ്ങനെ വീഴുന്നതാണ് ശരിക്കും ഇംഗ്ലീഷ് പറയുക, അതേമാതിരിയുള്ളൊരു തലത്തിലാണ്. ആ കണ്ടീഷനിങ്ങിനെ ഒന്ന് ലേൺ ചെയ്തെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയറിൽ ഞാൻ 28 കൊല്ലമായി പാലിയേറ്റീവ് കെയറിലുള്ളതാണ്. എൻ്റെ ജീവിതത്തെ ഞാൻ റീവൈൻഡ് ചെയ്തിട്ട് ഡീലേൺ ചെയ്തത് പാലിയേറ്റീവ് കെയറിലാണ്. എനിക്ക് PhDക്കുള്ള ആളാണ്, പക്ഷേ എൻ്റെ യഥാർത്ഥ PhD പാലിയേറ്റീവ് കെയറാണ്. ഞാൻ എൻ്റെ ഹരിശ്രീ PhD കെയറാണ്. LP സ്കൂളടക്കം അത് അവിടെ നിന്നാണ് എനിക്ക് ഇത് മനസ്സിലായത്. വ്യത്യസ്തമായൊരു ലോകമുണ്ടെന്നും വ്യത്യസ്തമായൊരു കമ്പാഷൻ്റെ ലോകമുണ്ടെന്നും എനിക്ക് മനസ്സിലായതാണ്. പാലിയേറ്റീവ് കെയറാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. അല്ലാണ്ട് ഞാൻ പഠിച്ച പുസ്തകങ്ങളല്ല, ഞാൻ നല്ലോണം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ മോളി എന്ന് കഴിഞ്ഞ സ്ത്രീ ഇവിടെ വന്നിട്ട് കരഞ്ഞു പറഞ്ഞ 2 വാചകങ്ങളുണ്ട്. അതെന്നെ പഠിപ്പിച്ചു. അവർ പാലിയേറ്റീവ് കെയറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചോട് കൂടിയിട്ട് പാലിയേറ്റീവ് കെയറിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പാലിയേറ്റീവ് കെയർ ഇനി അപ്പുറത്തേക്ക് പോകാൻ പാലിയേറ്റീവ് കെയറിന് പറ്റില്ല എന്നുള്ളതാണ് അവർ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. അതാണ് ആ സ്ത്രീ, ആ ചേച്ചി നമ്മളെ, അല്ലെങ്കിൽ ആ അനീതി നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ആശാരാജിൻ്റെ ചില കാര്യങ്ങൾ അങ്ങനെ ഞാനിങ്ങനെ പതുക്കെ കൊണ്ടുവരാം. ഒന്ന്, ഈ ശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി ആയിരുന്നെങ്കിലും, സുവോളജി പഠിച്ചിട്ടുള്ളതാണെങ്കിലും ശാസ്ത്രത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളല്ല. ശാസ്ത്രത്തിൻ്റെ എവിഡൻസിനപ്പുറം നമ്മളുടെ ഇൻഡ്യൂഷനെയും നമ്മളുടെ തലച്ചോറിനെയും നമ്മളുടെ മൊത്തം ഭാവനയെയും മാറ്റിയെടുക്കുന്ന പലതരം കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരുപക്ഷെ സുധീർ കക്കർ, ആശീഷ് നന്ദി പോലെയുള്ള ഇന്ത്യൻ സൈക്കോളജിസ്റ്റുകളുണ്ട്. എനിക്ക് ഈ ഫോറിൻ സൈക്കോളജിസ്റ്റുകളേക്കാൾ വിശ്വാസം അവിടെയാണ്. ഈ ഷാമൻസ് ആൻഡ് മിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഒരു വെളിച്ചപ്പാട് തുള്ളി വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ആളെ എനിക്കറിയാം. ആ വൈകിട്ട് അയാളുടെ അടുത്തേക്ക് ഒരു 5:30 ആകുമ്പോൾ വയറിന് ഭയങ്കര വലിയ വയറായിട്ട് വയറിളക്കമുള്ള കുട്ടികളെയും കൊണ്ട് ആൾക്കാർ വരും. ഇദ്ദേഹം വേലൻ ജാതിയിൽപ്പെട്ട ആളാണ്, നമ്മുടെ വളരെ അടുത്തൊരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് പൂജിച്ച് കഴിഞ്ഞിട്ട് ഞെരുക്ക് കൊടുക്കുന്ന അന്ന് അണയൊക്കെയുള്ള കാലമാണ്, എൻ്റെ കുട്ടിക്കാലമാണ്. ഈ അണ ചിലപ്പോൾ അണയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോപ്പർ പോലെയുള്ള ഇതാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് ഈ 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ആ സ്ത്രീകൾ വന്ന് പറയും, എൻ്റെ ഭേദമായിട്ട് എൻ്റെ കുട്ടിയുടെ ഭേദമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ നമിക്കുന്ന ഒരു ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ 2 വയസ്സായിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഇന്ന്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇതിനെന്താ ശാസ്ത്രീയ തെളിവ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആ ശാസ്ത്രീയമല്ലാത്ത ചില സംഗതികൾ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ, വ്യത്യസ്തമായ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദിച്ചത്. അത് എത്ര ആൾ ശാസ്ത്രത്തെപ്പറ്റി പറഞ്ഞാലും അതെൻ്റെ കണ്ടീഷൻ ബ്രെയിനല്ല, കണ്ടീഷൻ അല്ലാത്ത ബ്രെയിനാണ് സംസാരിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞ് വളരെ ശരിയാണ്. ഹൈടെക് എന്നുള്ളതിന് പകരം ഹൈടെക് തന്നെയാണ് നമ്മളിവിടെ പാലിയേറ്റീവിൽ നടത്തുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക്, ഞാൻ അടുത്ത കാലത്ത് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വാസ്തവത്തിൽ അവസാനം പോയത് ഞാൻ ആസ്ട്രലിൽ എൻ്റെ തലവേദന കാണിക്കാനാണ് പോയത്. പക്ഷേ ഭാഗ്യവശാല ചെറുപ്പക്കാരനായിട്ടുള്ളൊരു അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ന്യൂറോ ഫിസിഷ്യനാണ്. അദ്ദേഹം 3 കൊല്ലമായി എൻ്റെ തലവേദനയുടെ കാര്യങ്ങൾ ഇപ്പോൾ 10 രൂപ എൻ്റെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ MRI എടുക്കേണ്ട, ഒന്നും എടുക്കണ്ട, ഇത് മൈഗ്രെയിനാണ്, ഇത് മാറില്ല, ഇതിന് മരുന്നില്ല, ഞാനൊരു മരുന്ന് എഴുതിത്തരാം, അതൊരു 8 ദിവസം കഴിച്ചു നോക്കും, അത് പറ്റിയില്ലെങ്കിൽ വേറൊരു മരുന്ന് എഴുതിത്തരാം, വാൽപ്രേറ്റ്, സോഡിയം വാൽപ്രേറ്റ് എഴുതിത്തരാം, അതിന് ചില സൈഡ് എഫക്റ്റ് ഉണ്ട്, അതും പറ്റിയില്ലെങ്കിൽ വേറെ ഒരു എഴുതിത്തരാം, അതേ നടക്കുള്ളൂ. എനിക്കും ഈ പ്രശ്നമുണ്ട്. ഈ സ്ട്രെസ്സിൽ നിന്ന് വരുന്നൊരു സംഗതിയാണ്. ഞാനിപ്പോൾ മൈഗ്രെയിൻ്റെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കൊരു സെമിനാറുണ്ട്, നാഷണൽ സെമിനാറുണ്ട്. ആ സെമിനാറിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ രോഗികളെ എനിക്ക് നോക്കാൻ പറ്റില്ല, അതിൻ്റെ സ്ട്രെസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം വേറെ ഒരു പരിപാടി എഴുതി അങ്ങനെ തന്നെ പൊക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇന്നും, അതായത് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹൈടെക് തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ആശ്രമം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് വലിയൊരു ഭീകരമായ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്, മകനാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ ആക്റ്റീവായിട്ടുള്ള കമ്പാഷനെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് തിക്നാഥ് ഖാനെ കണ്ടിട്ടുണ്ട്. അതായത് നേരിട്ട് കണ്ടിട്ട് ഞാൻ മദ്രാസിലിരിക്കുമ്പോൾ ഈ തിക്നാഥ് ഖാനെ കണ്ടിട്ട്, അപ്പോൾ
ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം വന്ന് വളരെ സ്നേഹത്തോട് ഒരു പുഞ്ചിരിച്ച് ഒരു കാപ്പി കളറിൽ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അദ്ദേഹം സെമിനാറിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗൈഡ് വരുന്നത് അവിടെ ഹലോ എൻ്റെ ഗൈഡ് വരുന്നത് അവിടെ നിന്നാണ്. ഈ അവിടെ നിന്ന് ഉണ്ടാവുക. അപ്പോൾ ഗൈഡിനെ കണ്ടിട്ട് എൻ്റെ സാധനം മേടിച്ചിട്ട് എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യണം, തിരിച്ചു പോകണമെന്നുള്ള ആർത്തിയിലാണ് ഞാൻ കിടന്ന് നടക്കുന്നത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അത് അദ്ദേഹം പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗതികളൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ വിട്ടിത്താണ്, എനിക്ക് മനസ്സിലാവാത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം ഒരു പോകുമ്പോൾ ഒരു സചേതനമായ അഹിംസ എന്ന് പറയുന്ന ഒരു ലീഫ്ലെറ്റ് തന്നു. അത് ഞാൻ പറയുന്നില്ല, കുറേ സമയം എടുക്കുമ്പോൾ പറയാനായിട്ട്. അത് ഞാൻ പൂർണ്ണോദയ എന്ന് പറഞ്ഞ ഒരു മാസിക അന്ന് ഞാൻ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു സചേതനമായ അഹിംസ. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ സചേതനമായ അഹിംസ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയറിൽ വരുമ്പോഴാണ് സചേതനമായ അഹിംസ എന്താണെന്ന് മനസ്സിലാവുന്നത്. കമ്പാഷൻ്റെ വേറൊരു ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് അത് പ്രവൃത്തിയിലൂടെ മാത്രമേ കാണൂ, അല്ലാതെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ കമ്പാഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ വരുന്ന ഓരോ രോഗബാധിതരായ വ്യക്തിയും, രോഗിയല്ല, രോഗബാധിതരായ വ്യക്തിയും അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, വേദനകൾ, ക്രൂരതകൾ, വഞ്ചനകൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ചില ആളുകളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഇൻഡിസൈലാണ് അവർ. നിങ്ങളെങ്ങനെ വിചാരിച്ചാലും നിങ്ങളൊക്കെ നമുക്ക് പറയാം അവരെ കമ്പാഷനിലൂടെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സരിത എന്നൊരു ഡോക്ടറുണ്ട് ഇവിടെ. ശരിക്കും ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഐക്കണാണ്. അവരൊരുപാട് അവരെ രോഗം മാത്രമല്ല നോക്കുന്നത്, മോളൊക്കെ മാറാതെ നോക്കും. അതേസമയം ഈ വയ്യാതിരിക്കുന്ന രോഗബാധിതനായ വ്യക്തിയുടെ വീട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് അവരോട് ചോദിക്കും. അപ്പോൾ അവസാനം ആ ഒരു പ്രത്യേക പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അവരെ ആൾക്കാരൊക്കെ വലിയ ആൾക്കാരാണ്. അവർ പറഞ്ഞു ഈ മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഗത്യന്തരണ്ടായി, തിരിച്ച് അയാളെ വിടേണ്ടി വന്നു. അങ്ങനെ ഒരു തലമുണ്ട് കമ്പാഷൻ്റെ ഒരു തലത്തിൽ. അങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്, നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു നിലയ്ക്കും അവരെ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. പിന്നെ സെൽഫ് കമ്പാഷൻ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അത് നമ്മളുടെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ദിവാകരൻ്റെയൊക്കെ അല്ലെങ്കിൽ സതീഷ് കുമാർ, റംല, ഇവരൊക്കെ അവിടെയുണ്ട്. അവർക്കറിയാം ഈ സെൽഫ് കമ്പാഷൻ്റെ തലത്തിൽ. ഞാനിത് പറയുന്നതെന്ന് ഞാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വെറും സാധാരണ മനുഷ്യനാണ്. എനിക്ക് ഈ ഇതൊക്കെ കിട്ടിയിട്ടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെച്ച് പറയുന്നത്. അപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്ന അങ്ങനെ തന്നെയാണ്. സംതൃപ്തിയുണ്ട്, അസംതൃപ്തിയുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ മേയർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതാണ്, പൊളിറ്റിക്സും കമ്പാഷനും തമ്മിൽ ഗംഭീര ബന്ധമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഈ കുട്ടി പറഞ്ഞു, മൂന്നാമത്തെ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ എന്ത് പറഞ്ഞാലും കമ്പാഷനേക്കുള്ള ഒരു ഡോക്ടർ, ഒരു കമ്പാഷനുള്ള ഡോക്ടർ, പാലിയേറ്റീവ് കമ്പാഷനുള്ള ഡോക്ടർ തിരിച്ചു പോകുമ്പോൾ ഒരു വഴിക്കൂടെ കടന്നു പോകുമ്പോൾ ഒരു പൂച്ചയുടെ പ്രശ്നം കണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ മിണ്ടാതെ അനങ്ങാതെ പോയി കഴിഞ്ഞാൽ ഇത് തെറ്റാണത്. അതിനായി തന്നെ ഇന്ന് ട്രംപ് കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് അത് ശരിയാണ്, അല്ലെങ്കിൽ വേറെ തരത്തിൽ, അല്ലെങ്കിൽ ഗാസയിൽ നെതാന്യാഹു കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് അത് ശരിയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിൽ കമ്പാഷനില്ല. അല്ലെങ്കിൽ തെരുവിൽ അത് അടിച്ചു കൊല്ലുന്നു. ആ അടിച്ചു കൊല്ലുന്നത് വേറൊരു തരത്തിൽ ശരിയാണെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാഷൻ ഇല്ല. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രപഞ്ചത്തോളം നിലനിൽക്കുന്നതാണ്. പ്രപഞ്ചബോധമുള്ള ഒരാൾക്ക് മാത്രമേ കമ്പാഷൻ ഉണ്ടാവുള്ളൂ. പ്രപഞ്ചബോധം എന്ന് പറയുന്നത് ജൈവികവും അജൈവികവുമായ വസ്തുക്കൾ തമ്മിലുള്ള ഡയലോഗാണ് ശരിക്കും. ആ ഡയലോഗ് മുറിയുമ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഇന്ന് ഹിന്ദുവിൻ്റെ ഒരു ലേഖനമുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞത് ഒരു ആളുടെ ലേഖനമുണ്ട്. ഞാനത് വായിച്ചിട്ട് അപ്പോൾ വളരെ കറക്റ്റാണ്. ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതോടുകൂടി നിങ്ങളുടെ കമ്പാഷൻ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഈ വെള്ളം കൊണ്ടുവരണം, അല്ലെങ്കിൽ വിറക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത്യുഷ്ണം, അതിവർഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കമ്പാഷൻ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭീകരന്മാരുടെ കുറ്റം കൊണ്ടാണ്. ഈ ലോക ഭീകരന്മാർക്ക് അവരോട് കമ്പാഷനെ പറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈ ട്രംപിനോട് എന്ത് കമ്പാഷനാണ് ട്രംപിനുള്ളത്? അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ആൾക്ക് എന്ത് കമ്പാഷനാണുള്ളത്? ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല. എന്ത് കമ്പാഷനാണ് അവർക്കുള്ളത്? അവരുടെ ജീവിതത്തിൽ കരുണയോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അവർ കാര്യം ചെയ്യില്ല. പെട്ടെന്നൊരു ദിവസം 124 കുട്ടികളുള്ള, അവർ മുട്ടാളന്മാരായിരിക്കാം, വേറെ എന്തായിരിക്കാം, 124 കുട്ടികളുള്ള ഒരു സ്കൂളിനെ തകർക്കുകയാണ്. അത് രണ്ട് കൂട്ടർ എല്ലാവരും ആ രീതിയിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പാഷനെതിരായിട്ടുള്ള ഒരു ഭീകരമായ പരിപാടിയാണ് നടക്കുന്നത്. ഭൂമിക്കെതിരായിട്ടുള്ളൊരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിനെ കമ്പാഷനിൽ ഒരു സമൂഹം, ഒരു സമൂഹത്തിനെ, ഒരു സിസ്റ്റത്തിനെ അങ്ങനെ ആക്കി കൊണ്ടുവരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
ഇത് ഒരു ഐലൻഡ് മാത്രമാണ്. പാലിയേറ്റീവ് കെയർ ഒരു ഐലൻഡ് മാത്രമാണ്. നമ്മളിവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ കമ്പാഷനൊക്കെ പതുക്കെ മാറും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഷൗക്കത്ത് പറഞ്ഞാൽ കുറേ കൂടി മാറും. വീട്ടിൽ നമ്മൾ പുരുഷാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഡോക്ടർ നിജി പറഞ്ഞിട്ടുള്ള ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ആദ്യത്തെ ആശാരാജ് പറഞ്ഞൊരു കാര്യം, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു തലത്തെ പറ്റിയിട്ട് ഡോക്ടർ ആശാരാജ് പറയണ്ട. ഈ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ്, കൾച്ചർ, സമൂഹം, ഫിനാൻസ് ഇതൊക്കെ കൂടി വരുന്ന ഒരു സമഗ്രമായൊരു സ്ഥലമാണ്. ഈ സമഗ്രതയെയാണ് വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയർ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അത് ഡോക്ടർ ദിവാകരനാണ് എൻ്റെ ഈ തരത്തിലുള്ള ഗുരുനാഥൻ എന്ന് പറയുന്നത്. ഡോക്ടർ ദിവാകരനാണ്. അതുപോലെ തന്നെ രാഘവത്തിയാണ് എന്നെ ആദ്യം പാലിയേറ്റീവ് കെയർ എന്താണെന്ന് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചത്. ഒരാൾക്ക് കവിൾവാർപ്പ് വന്നിട്ട് ആ കവിൾവാർപ്പിൽ നിന്ന് പുഴുക്കളരിക്കുന്ന കവിൾവാർപ്പിൽ നിന്ന് അനിയ ഇത് ടോർച്ചെടുത്ത് തന്നിട്ട് ഈ കുടിയിൽ ഈ സിസർ ഇങ്ങോട്ട് തരിക, ചവണ പോലെയുള്ള സാധനം എടുത്തു തരൂ, എന്നിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ സാരി മുടക്കി കൂട്ടിയിട്ട് അവരാണ് ഈ കമ്പാഷൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്കൊരു ട്രെയിനിങ് ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ട്രെയിനിങ് പോയിട്ടില്ല. ആ ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ള ഈ രാജകത്തെയാണ്. അവരെൻ്റെ അമ്മയെ പോലെയുള്ള സ്ത്രീയാണ്. അത്ര സ്നേഹമാണ് അവർക്ക്. അവരാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഇന്നത്തെ നേഴ്സിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയതിന് പ്രധാന കാരണം. അവർ പറയല്ല ചെയ്യുക, പ്രവർത്തിക്കുകയാണ് ചെയ്യുക. നമ്മൾ പറയുമ്പോൾ അവർ പ്രവർത്തിക്കും. അവർ കൂടി നിന്നിട്ട് മുണ്ട് ഈ സാരിയും മുകളിലേക്ക് വലിച്ചെടുത്തിട്ട് ഒരു വരവാണ് അവർ. അത് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും അറിയാം. ആ ഫോട്ടോ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ആ ഫോട്ടോ കണ്ടിട്ട് ഈ സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ ഫോട്ടോ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് പാടുപെട്ടുണ്ട് അവിടെ കൊണ്ടുവരാനായിട്ട്. അത് അവർക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾ തന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു കോംപ്ലിമെൻ്റ് എന്നല്ല, നിങ്ങൾ ശരിക്കും ഒരു പ്രണാമമാണ് അതിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അത് പാലിയേറ്റീവിനുള്ള പ്രണാമമാണ്. അതാണ് നമ്മളൊരു സമഗ്രമായ സ്ഥാപനമാണ് നമ്മുടെ എന്ന് നമ്മൾ, അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ജാതിഭേദ മതഭേദമെന്ന് സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനം ഇത് എന്നാണ് പറഞ്ഞത്. ഒരു നാരായണ ഗുരുവിനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ 1000 കൊല്ലത്തിലൊരു ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നൊരാളാണ്. അത്രയ്ക്കധികം എല്ലാ പ്രപഞ്ചത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ നാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിലുള്ള ഒരു ടോക്കുണ്ട്. അത് എന്നെക്കാളൊക്കെ നന്നായിട്ട് ഈ ഷൗക്കത്തിനറിയാം. ആ ടോക്കിൽ രണ്ടുപേരും ഒന്നും ഉണ്ടെന്നില്ല. കവിത എഴുതി കൊടുത്ത് തിരിച്ചു പോയി കഴിയുന്നത്. പിന്നെ രമണ മഹർഷിയോട് ഒരു തവണ ഒരാളോട് ചോദിച്ചു, അപരനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അപരനില്ല എന്ന് പറയുന്നതിൽ എല്ലാ അർത്ഥവും അതിലുണ്ട്. അതുപോലെ തന്നെ ദിവാര അത് പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്. രമണഗുരു എന്ന് പറയുന്നത് സ്റ്റോണി സൈലൻസ് ആണ്. അതേസമയം രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നൊരു പ്ലേ ബോയാണ്. നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും. ഞാൻ ദൈവവിശ്വാസി അല്ല, കാരണം ഇത്തരത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സമഗ്രമായ പരിചരണം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതേസമയം സ്ഥാപനങ്ങൾ വ്യക്തികളെ വിഴുങ്ങുന്ന കാലമാണിത്. നിങ്ങളുടെ സ്വതസിദ്ധമായ എല്ലാ കഴിവുകളും നിങ്ങൾ സ്ഥാപനത്തിന് കൊടുക്കണം. ആരോഗ്യം നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവാണ്. നിങ്ങളുടെ ശരീരത്തിന് അതിനുള്ള കഴിവുണ്ട്. ഇൻഹറൻ്റായിട്ടുള്ള സ്വതസിദ്ധമായ സഹജമായ ഒരു കഴിവ് ഈ ആരോഗ്യം നമ്മുടെ ഇതിലുണ്ട്. ഈ പരിസരം നമ്മൾ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇൻഹറൻ്റായിട്ടുള്ള ഈ കഴിവ് ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ്, വിദ്യാഭ്യസിക്കാനായിട്ട്. ഈ മറ്റേ അവസാനം പറഞ്ഞ സനീജല്ല, ആശ പറഞ്ഞു, കൊളംബസ് വന്നപ്പോൾ ആ ഇൻഡിജിനസ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവരുടെ കയ്യിൽ നിന്നാണ് സാഹോദര്യം, മൈത്രി, സാഹോദര്യം, ഫ്രറ്റേണിറ്റി, ഇപ്പോൾ സ്വാതന്ത്ര്യം, ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്നാണ്. ആർക്കൈവ്സ് വെച്ച് തെളിവുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഗ്രാബറും പിന്നെ വെൻഡർ ഗ്രാബർ കൂടിയിട്ടൊരു പുസ്തകം ചെയ്യുന്നുണ്ട്, ന്യൂ മോഡേൺ ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ റാണ ദാസ്ഗുപ്തയുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഫ്റ്റർ നാഷൻസ് തകരണം. അത് ടാഗോറൊക്കെ ആദ്യകാലം പറഞ്ഞിട്ടുള്ളതാണ്. ഈ നാഷൻസ് തകരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഗോത്ര സംസ്കൃതിയിൽ നിന്ന്, ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു പുതിയ അവബോധം നിങ്ങൾക്ക് കിട്ടുക. ആ അവബോധമാണ് നമുക്ക് ശരിക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തെപ്പറ്റി അറിയാനും കമ്പാഷനെ പറ്റി അറിയാനും എന്താണ് എമ്പതി എന്നറിയാനും നമുക്ക് അവർ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഈ കണ്ടീഷൻ ചെയ്ത ബ്രെയിൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ലാണ്ട് ആദ്യത്തെ ഡച്ച് കൊളോണിയലിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോഹൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈറ്റ് ഈസ് പവർ എന്നുള്ളതാണ്.
ഇന്നതാണ് മുഷ്ടി ഉണ്ടെങ്കിൽ ആണിൻ്റെ മുഷ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 3 സ്ത്രീകൾ ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ആണത്തത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് ഒരു മാതൃത്വത്തിൻ്റെ ഇതിലേക്ക് നമ്മുടെ സൊസൈറ്റി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഈ സദസ്സ് പോകുന്നതായിട്ട് തോന്നും. അതാണ് ഒരു കാര്യം. ഈ കമ്പാഷനൊരു അടുപ്പമുള്ള ഒരു വാക്ക് എനിക്ക് തോന്നുന്നു അൻപ് എന്നുള്ളതാണ് കുറേ കൂടി അടുപ്പം തോന്നുന്നു, അല്ലേ? എന്താ ഷൗക്കത്തിന് തോന്നണം? അത് ഗുരു പറഞ്ഞതല്ല, അത് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഷൗക്കത്ത് പറഞ്ഞപ്പോൾ ഷൗക്കത്ത് പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നിത്യ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർ വന്നപ്പോൾ കുറേ കസേരകൾ വന്നു. അപ്പോൾ ഈ പ്രായമായിട്ടുള്ളവർക്ക് ഇരിക്കാനായിട്ടുള്ള കസേരകളൊക്കെ വന്നു. അപ്പോൾ അതിലൊരു കുട്ടി ബാക്കി വന്നു. കുട്ടി അപ്പോൾ നിത്യ പറഞ്ഞു, ആ ഒരു ചെയർ അത് കൊണ്ടുപോകും, ആ കുട്ടിക്ക് കൊണ്ടുപോകും. ആ കുട്ടിയെ കൂടി എൻ്റെ ഒപ്പം നിർത്തുക എന്നുള്ള അതല്ലേ ഉദ്ദേശിച്ചിരുന്നത്. ഞാനത് നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അത് ഷൗക്കത്തെന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പാഷൻ ശാസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല. കമ്പാഷൻ ശാസ്ത്രത്തിന് അപ്പുറമുള്ള ഒരു കമ്പാഷനെ പറ്റിയിട്ടാണ് നമ്മളുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കമ്പാഷനേറ്റ് സിസ്റ്റം, കമ്പാഷനേറ്റ് സൊസൈറ്റി, വിദ്യാർത്ഥിനികളുടെ പൊളിറ്റിക്സ്, ഇതൊക്കെ നിങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ കമ്പാഷൻ്റെ ആയിട്ടുള്ള ന്യൂറോ സയൻസിന് അപ്പുറം, ഒരു ഇവല്യൂഷന് അപ്പുറം മിറർ സ്റ്റാറ്റിക്സിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് മനുഷ്യനിൽ ഇൻഹറൻ്റായിട്ടുള്ള കമ്പാഷനെ തടയുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ മഹാവിവേകം എന്ന് പറഞ്ഞപ്പോൾ ഒരു ബർമീസ് മോങ്ങിൻ്റെ ഒരു പുസ്തകമുണ്ട്, സോട്ടീരിയോട്ടി ഓഫ് ബുദ്ധ, ബുദ്ധൻ്റെ സഫറിങ്ങിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ ഇര തേടുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രാഥമികമായ ചോദന. എല്ലാ ജീവജാലങ്ങളുടെയും ചോദന എന്ന് പറയുന്ന അമീബ മുതൽ മനുഷ്യൻ വരെയുള്ള ചോദന എന്ന് പറയുന്നത് ഇര തേടുക എന്നുള്ളതാണ്. ആ ഇര തേടുന്നതിനെയും ഇണ തേടുന്നതിനെയും അതിനപ്പുറം ആണ്, ആ ചോദനകൾക്ക് അപ്പുറമാണ്, ആ ഡിസൈഡ്സിന് അപ്പുറമാണ്, അല്ലെങ്കിൽ ആ ആർത്തികൾക്ക് അപ്പുറമാണ്. ആർത്തികളെ നിങ്ങൾ ഇനേറ്റ കടലിലേക്ക് കൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ മാറ്റിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ തടയുന്നതാണ്, വിരോധിക്കുന്നതാണ് ശരിക്കും കമ്പാഷനായിട്ട് മാറുന്നത്. അത് സ്വയം ചെയ്യാനായിട്ടും മെഡിറ്റേഷനിലൂടെ ചെയ്യാനായിട്ടൊക്കെ കഴിയുമെന്ന് എനിക്ക് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ കമ്പാഷനായിട്ട് പൂർണ്ണമായ കമ്പാഷനിലുള്ള ഒരാളാണെന്ന് ഞാൻ സമർപ്പിക്കില്ല. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, കമ്പാഷൻ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇതിൽ ആശ ചോദിക്കേണ്ടായി. സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ, ശാസ്ത്രീയമായ ഉദാഹരണങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേച്ചർ ആൻഡ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി, മുഗൾ ശർമ്മയുടെ. അപ്പോൾ അതിൽ അദ്ദേഹം 2-3 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് നമ്മൾ വിചാരിക്കും ഈ പൈസക്കാരും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട്, അതേസമയം ദളിതരായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടും ഇല്ലീറ്ററായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ മർദ്ദനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ മിഡിൽ ക്ലാസ്സാണ്, എലൈറ്റ് ക്ലാസ്സാണ്. അതേസമയം മറ്റൊരു ഇതിന് താല്പര്യമില്ല. ഇത് മുഗൾ ശർമ്മയുടെ ഈ പുസ്തകത്തിലുള്ള ഒരു സാധനമാണ്. അതുമാതിരി തന്നെ അനാട്ടമിയിൽ നിന്ന് ഫിലോസഫിയിലേക്ക് പോവുക, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാനിത് ശ്രദ്ധിക്കേണ്ടായി. പിന്നെ ട്രാൻസ്ലേഷൻ്റെ കാര്യം പറഞ്ഞു. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗായത്രി ശിവാക്ക് എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിയൻ, ആ ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ലേഷൻ ഈസ് ട്രാൻസ്മൈഗ്രേഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മറ്റേ ആളിലേക്ക് വേഷപ്രച്ഛന്നം നടത്തി അതിലൂടെ ഉണ്ടാകുന്ന അന്വേഷണങ്ങളാണ് ട്രാൻസ്മൈഗ്രേഷൻ. അതായത് നിങ്ങളതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം, ഓൾഡ് പാത്ത് വൈറ്റ് ക്ലബ്സ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതിലൂടെ കടന്നു പോയിട്ടുള്ള പിന്നതിലൂടെ കടന്നു പോയിട്ട് എനിക്ക് തോന്നിയിരുന്നത് ഇന്നലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കഴിയില്ല. അതിലൊരുപാട് വ്യത്യസ്തമായ വാക്കുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുവരെ തന്നെ ഷൗക്കത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്മൈഗ്രേഷൻ ഇല്ലാണ്ട് നമുക്ക് നടക്കില്ല. ഈ ട്രാൻസ്മൈഗ്രേഷൻ എന്നുള്ളത് ശാസ്ത്രത്തിന് പറയാവുന്ന കാര്യമല്ല, ശാസ്ത്രത്തിന് ഉൾക്കൊള്ളുന്ന കാര്യമല്ല, ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഈ റോബോട്ടിക്സ് വന്നപ്പോൾ കമ്പാഷൻ പോയി എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ഡോക്ടറിലും ഞാൻ ഈ കമ്പാഷൻ കണ്ടിട്ടില്ല. അതായത് ഈ ഒന്ന് പിടിച്ചു നോക്കുകയാണെങ്കിൽ വേദനയുണ്ടോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അവർ സ്കാനിങ്ങിന് നേരെ പോകും. അപ്പോൾ ഞാനിത് അന്വേഷിച്ചു. ഒരു ഡോക്ടറോട്, ഒരു ചെറുപ്പക്കാരനായിട്ട് 50 വയസ്സായിട്ടുള്ള ഒരു ഡോക്ടറോട്, ഡോക്ടർ മിജേഷിനോട് ഇവിടെ വരാറുണ്ടെന്ന് 50 വയസ്സായിട്ടുള്ള ഓർത്തോപീഡിഷനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോടതിയിലേക്ക് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അശാസ്ത്രീയമായിട്ട് കാല് തൊട്ട് കൈ വെക്കുമെന്ന് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കില്ല.
അവർ പറയുക നിങ്ങൾ എക്സ്റേ എടുത്തുണ്ടോ, ചെസ്റ്റ് എക്സ്റേ എടുത്തുണ്ടോ, അല്ലെങ്കിൽ കാലിൻ്റെ എക്സ്റേ എടുത്തുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരണേ എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി. പിന്നെ പണവും ലാളിത്യവും അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ മുൻകൂർത്തോടെ ഞാൻ മദ്രാസിൽ പോകുന്ന അതോടൊപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. ഒരാൾ തിരിഞ്ഞു നോക്കേ. അതേസമയം ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ പിന്നെ ആയപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഇത് ഉള്ള അനുഭവമാണ്. ഇത് ഡോക്ടറായാലും ആരായാലും ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഈ നേരത്തെ ഷോപ്പത്ത് പറഞ്ഞ പോലെയുള്ള വിയേഡായിട്ടുള്ള കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ബ്രെയിനാണ്. നമ്മളൊരു പുലയൻ്റെ കാര്യത്തിൽ പുലയനെ നമ്മൾ കണ്ടിട്ട് അയാൾക്കറിയുന്ന പ്രകൃതിയുടെ ജ്ഞാനം, അതായത് ഏത് വിത്താണ് എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കറിയില്ല. ഞാറ്റുവേലകൾ എന്താണ് ഈ തരം കാര്യങ്ങൾ അറിയില്ല. അതുപോലെ തന്നെ ഒരു ആശാരിക്ക് അറിയുന്നത് ഇന്നത്തെ ആശാരിമാരില്ല. ആ ആശാരിക്ക് അറിയുന്ന കാര്യങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയർക്ക് പറയാൻ പറ്റില്ല. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇത്തരം അന്വേഷണങ്ങളെ ശാസ്ത്രതലത്തിൽ നമുക്ക് നോക്കിയിട്ട് ഇത് വടികൊത്ത രീതിയിൽ ഇതിനെ ആക്കാൻ പറ്റില്ല. ഡോക്ടർ ദിവാകരൻ്റെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് അവർ. ഡോക്ടർ ദിവാകരൻ ഇതൊക്കെ പറയുമ്പോഴും വളരെ സമഗ്രത ഒരു ഹോളിസ്റ്റിക് കെയറിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നതാണ്. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ഈ ആർത്തി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് യൂറോപ്പിൻ്റെ ജ്ഞാനോദയ സിദ്ധാന്തത്തിലൂടെ രൂപപ്പെട്ട ഒരു സാധനമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കൊളോണിയലിസം, യൂറോയിലൊക്കെ കൊളോണിയലിസം. അത് തന്നെയാണ് നമ്മുടെ ആൾക്കാർ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ട്രംപിലും വരുന്നത്. ഇതിനിടയ്ക്കാണ് നമ്മൾ ഫ്ലൈറ്റാണോ ഫൈറ്റാണോ വേണ്ടതെന്നുള്ള പ്രശ്നം. ഇത് മഹാവിവേക് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് നമ്മൾ ഈ രംഗത്ത് നിന്ന് ഓടിപ്പോകണം, നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഇതാണ് കമ്പാഷൻ. ഈ രംഗത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഫ്ലൈറ്റാകണം, അതായത് ഓടിപ്പോകണം, നിൽക്കണം. ഇതാണ് കമ്പാഷൻ്റെ ആകത്തുക ശരി. ഈ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിംസാത്മകമായിരിക്കണം. വളരെ നോൺ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലേ, വളരെ നോൺ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ നോക്കാൻ പറ്റും. ഇതാണ് എനിക്ക് ഈ 3 ഇതിൽ നിന്ന് മനസ്സിലായത്. ഏറെക്കുറെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളും ശ്വാസത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറെക്കുറെ കാര്യങ്ങൾ 10-15 മിനിറ്റാണ് എനിക്ക് ഞാൻ തന്നെ അന്വേഷിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞില്ല. ഇനി മറ്റുള്ളവർക്ക് ഉള്ളിൽ നിന്ന് സംസാരിക്കാം. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, പോകാം. ഭാഷൻ്റെ ഒരു ശാസ്ത്രീയത എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ശാസ്ത്രത്തിൽ കൂടെ ഇങ്ങനെ പറയാൻ കഴിയുന്നതല്ല, അപ്പുറം എന്തൊക്കെയാണെന്ന്. എനിക്ക് തോന്നുന്നത് കമ്പാഷൻ വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നൊരു കാര്യമാണെന്നാണ്. അതായത് മനുഷ്യ ശിശു പെറ്റ് വീഴുന്നത് വളരെ വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനുഷ്യനായതിനോട് ഉണ്ടായിട്ടുള്ള വ്യത്യാസം ബ്രെയിൻ കണ്ടമാനം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ബ്രെയിൻ വളരെയധികം വലുതാവുന്നുണ്ട്, തല വലുതാവുകയാണ്. സ്വാഭാവികമായിട്ടും പ്രസവിക്കൽ അത്ര എളുപ്പമല്ല. അത് മുഴുവൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല, നമ്മുടെ മരണത്തിലെ കലാശിക്കുന്നത്. അപ്പോൾ പ്രകൃതി ജീവിതത്തിലൊരു ഒരു ഒരു വിദ്യ എന്താണെന്ന് വിചാരിച്ചാൽ ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മുഴുവൻ ആവണേൻ്റെ മുമ്പ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുക, ബാക്കി വളർച്ച പുറമേന്ന് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അതാണ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഒരു പെറ്റ് വീഴുന്ന മനുഷ്യ ശിശു വളരെ ഡിപ്പെൻഡൻ്റാണ്. അതിനൊന്നായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പശുവൊക്കെ പ്രസവിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനുള്ളിൽ അത് അമ്മിഞ്ഞയിലേക്ക് എത്തും, കുടിക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു മനുഷ്യ ശിശു പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പാടെന്താണെന്നില്ല, അല്ലേ? അത് മുല കുടിക്കൊന്നുമില്ല. അതിനെ പിടിച്ച് വെച്ച് ചേർത്ത് പിടിച്ച് മണക്കണ്ണ് വായിൽ വെച്ച് കൊടുത്ത് വലിപ്പിച്ച് ഇങ്ങനെ ചെയ്താലേ അത് സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചത്തുപോകും. ഒന്നും ചെയ്യണ്ട, ഒന്നും ഒരു ദ്രോഹം ചെയ്യണ്ട, വെറുതെ വിട്ടാൽ മതി, മരിച്ചു പോയിക്കോളും. ഇത് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് വേണം ഓക്സിറ്റോസിൻ വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള ബോണ്ടിങ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഗുഡ് സെൻസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഡോപ്പമിൻ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്ന കാരണമാണ് ഇതാണ് എമ്പതിയുടെ വാസ്തവത്തിൽ ധാതുക്കൾ, മൂല ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഇതുവഴിയാണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വേറെ നിലയ്ക്ക് നമ്മൾ പറയാം, വളരെ നീചമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ എമ്പതി എന്നുള്ളത്, അനുകമ്പ എന്നുള്ളത് ഒരു സർവൈവൽ ടാക്ടിക്സാണ്.
സർവൈവൽ ടാക്ടിക്സ് ഒക്കെ പറയുമ്പോൾ അതിൽ ഒരു ചീത്ത ധ്വനി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നമ്മൾ മനുഷ്യൻ അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഉപാധിയാണ് അത് ഈ അനുകമ്പ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അനുകമ്പ ഈസ് ഹാർഡ് വയർഡ്, നമ്മുടെ ബ്രെയിനിൽ ഹാർഡ് വയർ ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പം മനുഷ്യൻ ബൈ നേച്ചർ ഈസ് കമ്പാഷനേറ്റ്, അത് തന്നെയാണ് അതിലേക്ക് വരുന്നത്. അത് പിന്നെ ഈ പറഞ്ഞ മാതിരി പല പല സാഹചര്യങ്ങൾ കൊണ്ട് കമ്പാഷൻ പുറത്തേക്ക് വരുന്നില്ല, കമ്പാഷൻ മൂടി വയ്ക്കപ്പെടുന്നുണ്ട്. വളരെ പഴയ ഒരു വൃത്തിയായിട്ട ഒരു ഫ്രേസ് ഉണ്ടല്ലോ, എന്താണ് പോവർട്ടി സ്റ്റെപ്സ് അറ്റ് ദ ഡോർ, ലവ് ഫ്ലൈസ് ത്രൂ ദ വിൻഡോ എന്ന് പറയുന്ന മാതിരി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ കമ്പാഷൻ പ്രകടിപ്പിക്കപ്പെടാതെ പോകും, അത് തെറ്റാ വഴി കൂടെയും ഹിംസയിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ് തോന്നുന്നത്. ഞാൻ ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട എന്നുള്ളതാണ്. പിന്നെ ശാസ്ത്രീയതയും ശാസ്ത്രവാദവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒന്ന് വ്യത്യാസപ്പെടുന്നത് നല്ലതാണ്. അരവിന്ദാക്ഷൻ പറഞ്ഞ മാതിരി ആ ശാസ്ത്രവാദത്തിന് ഞാൻ എതിരാണ്. പക്ഷേ ശാസ്ത്രീയത എന്നുള്ളതൊന്നും ആവശ്യമാണ്. കാരണം നമുക്ക് വിശ്വസിക്കാൻ ഒരു സാധനം, നമുക്ക് ഒരു പിടിവള്ളി ഉള്ളത് ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പല പല ഫിനോമിനൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്കതിന് നമ്മുടെ ശാസ്ത്രീയ ബോധം കൂടുതൽ വരുന്നതിനനുസരിച്ച് കൂടെ നമ്മൾ അറിവുണ്ടാവുന്നതിനനുസരിച്ച് അതിനൊക്കെ വിശദീകരണങ്ങൾ കൊടുക്കാനും പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യതയോട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. കുറച്ച് അവിടെ ഇവിടെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന ടൈപ്പാണ്. അതായത് ഇത് കുറവാണ്, ഇത് ഫുള്ളാണ്. അതുകൊണ്ട് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഇല്ലാതെ വായിക്കാം. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് 3 പേര് സംസാരിച്ചിട്ടുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഒന്ന്, ആദ്യം വന്ന വ്യക്തി പേര് ഓർക്കുന്നില്ല, നഴ്സിംഗ് സ്കൂളിലെ അവരുടെ ക്ലാസ് എന്ന് പറയാൻ വളരെ എന്താ പറയുക വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വേർതിരിച്ച് വ്യക്തമാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിധമായിരുന്നു. രണ്ടാമത്തെ ആൾ ഞാൻ രക്ഷിത് പറയായിരുന്നു, ഞാനൊരു സംഗീതം കേൾക്കുന്നൊരു പ്രതീതി തോന്നി. അവരുടെ പറയുന്ന രീതിയും അവരുടെ ഫ്ലോ ഓഫ് വേർഡ്സും ചോയ്സ് ഓഫ് വേർഡ്സും എല്ലാം കൂടി. ഞാനൊരു പാട്ടിൻ്റെ അസ്കിതുണ്ട് അവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അവരൊരു ഗായികയാണെന്ന് സംശയം ഉണ്ടോ എനിക്ക് തോന്നി. അവർ ആ രൂപത്തിൽ അത്ര ഫ്ലോ അവരുടെ ഭംഗിയാണ് കേൾക്കാൻ. പ്രതിപാദിച്ച വസ്തുതകളും എല്ലാം അവരിൽ നിന്ന് ഇങ്ങോട്ടായ ശാസ്ത്രീയതയിൽ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വല്ലാണ്ട് വിസ്തരിക്കേണ്ടതില്ല എൻ്റെ പൂർണ്ണമൻ. മൂന്നാമത്തെ ആൾക്ക് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വളരെ സ്പോണ്ടേനിറ്റി ഉള്ള വ്യക്തിയാണ്. അവർക്കൊരു എന്താ പറയുക ഒരു ഇവാഞ്ചലിസ്റ്റിൻ്റെ ഒരു ഫെർവറാണ് ഞാൻ കണ്ടത് അവരുടെ ദ വേ ഷീ ടോക്ട് അബൌട്ട് തിങ്സ്. ആൻഡ് കുറച്ച് പിന്നാക്കം പോയി, ദാറ്റ് ഈസ് ചരിത്രത്തിലേക്ക് പോയി, വിച്ച് ഇസ് ട്രൂ. ഈ പറഞ്ഞിട്ട് നിങ്ങൾ വസ്ത്രം മാറി കഴിഞ്ഞാൽ ആൾക്കാരുടെ സമീപനം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറ്റ് സംതിങ് വിച്ച് ഇസ് ക്വൈറ്റ് ഡോക്യുമെൻറ്റഡ് ഐ തിങ്ക്. ബിക്കോസ് എനിക്ക് എക്സാക്റ്റ് വേർഡ്സ് ഞാൻ അവർ കുറിച്ച് വെച്ചിട്ടുകൊണ്ട് ഫെസ്റ്റിസ് വൈറം ഫാസറ്റ്, അതായത് ദ ക്ലോത്ത്സ് യു വെയർ മേക്ക് ഔട്ട് വാട്ട് യു ആർ. മാർക്ക് ട്വെയിൻ അതിനെ ഒന്നുകൂടി വിസ്തരിച്ചു പറയുന്നത് ക്ലോത്ത്സ് മേക്ക് അപ്പ് ദ മാൻ. ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് there right from time immemorial. അങ്ങനെ തന്നെയാണ് സംഗതി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഈ സഞ്ചി കൊണ്ടുവരുന്നതിനാണ് ഇവിടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും എൻ്റെ സൗകര്യത്തിനാണ്. നിങ്ങളിപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇറ്റ്സ് ദെയർ റൈറ്റ് ഇൻ ദ രൂഢമൂലമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട് സംഗതി. എൻ്റെ ഭാര്യ സിനിമയ്ക്ക് പോയിട്ട് ഞാൻ കാര്യം ചിരിച്ച് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റൽ വഴി നോക്കണ്ടൊന്നുമില്ല, ഞാൻ മനുഷ്യനാണ്, എനിക്ക് ചിരിക്കാമെന്ന് ഞാൻ ചിരിക്കും പറയും. അപ്പോൾ അതുണ്ട്, ദറ്റ് ഈസ് ദെയർ. സോ ആൻഡ് അഗൈൻ യു ഹാർക്ക് ബാക്ക് ടു ദ റെഡിങ് ഗിഫ്റ്റ്സ്. യെസ്, അതിൽ വേറൊരു വശമുണ്ട്. അവരെന്തിനാ കൊടുത്തത്? അവർക്ക് സംതൃപ്തിയുണ്ട്. ദേ വർ ഹാപ്പി വിത്ത് വാട്ട് ദേ ഹാഡ്. എവറിത്തിങ് the revelation is like this, that comes from a higher potential down to a lower potential. If I feel that I have
what I mean. ഞാൻ ചോദിക്കാതെ ചിന്തിക്കാതെ ഐ പാർട്ട് വിത്ത് ടു somebody else. അതിൻ്റെ ഒരു വേറൊരു വശമുണ്ട്. ആസ് ടൈം ഗോസ് when we have this material gain, സാധനം കൂടുന്നു, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരുന്നു, ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ഇറ്റ് ഗെറ്റ്സ് എന്താ പറയുക, എല്ലാവർക്കും എല്ലാം കിട്ടുന്നില്ല ഒരവസ്ഥ വരുന്നു. എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് വരുമ്പോൾ ദെൻ അഗെയിൻ അവിടുന്ന് ഒരു ചെറിയ ഒരു ബ്രൗണിയൻ മൂവ്മെൻറ്റ് പോലെയാണ്. അത് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഐ എം നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. സോ ഈ കമ്പാഷൻ അവിടുത്തെ വരുന്നത്, in spite of this, if you are going to do something good for somebody, that is one of the yardsticks of compassion. ആൾക്കാരെന്ന് ഒരു യാർഡ്സ്റ്റിക്കാണ്. So is there at all times, the compassion as dividing it hardwired ആണ്, it's there at all times. അത് പ്രകടമാവുന്നത് പണ്ട് അനായാസം പ്രകടമായിരുന്നു. കാരണം എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ കാര്യങ്ങൾ നൽകുന്നത്, മറ്റുള്ളവൻ കൊളംബസ് അവന് എടുക്കട്ടെ എന്നിട്ട് അവർ കൊടുത്തതാണ്. ബസ്സിന് കിട്ടാത്തത് കൊണ്ട് അവനിൽ നിന്ന് പിടിച്ചും വാങ്ങി പറയാം, അത് വേറെ കാര്യം. സോ ദിസ് ഹാപ്പൻസ് ഓൾ ദ ടൈം. ഈ യുദ്ധം ഉണ്ടാകുന്നത് തന്നെയാണ്. ഇന്നത്തെ ആൾക്കാർ പോയിട്ട് പോരാ എനിക്ക് വേണം, ഇത് വേണം. റഷ്യയിൽ ഉക്രൈനിൽ മറ്റേ വീറ്റ് ബോർഡ് ഓഫ് സോവിയറ്റ് യൂണിയൻ പണ്ട് കാലത്ത് അത്, പിന്നെ അവിടെ കുറേ ഈ പറഞ്ഞ മാതിരി ലിഥിയം അങ്ങനെ പ്രസാദങ്ങളുണ്ട്, അതൊക്കെ വേണം എന്നതൊക്കെയാണ് അവർക്ക് ആക്രമിക്കുന്നത്. ഒരു കാരണമില്ല, വേറെ കാരണത്തിൽ പറയും, പല മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എൻ്റെ പേരിലോ പറഞ്ഞ് അത് ചെയ്യും, അത്രേ ഉള്ളൂ. സോ ഐ തിങ്ക് കമ്പാഷൻ ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് വെൻ എ പേഴ്സൺ, in spite of his perceived lack of availability of things he wants, deigns to help somebody else. That is something I think that you have to add to this discussion on compassion. That's all I have to say. Thank you. നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോഴേ കമ്പാഷൻ, അത് കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലുകൾ അത് കുറയ്ക്കുന്ന പൊതുവിൽ പറയുമല്ലോ. പക്ഷേ ഒരു ഓഫ്തൽമോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൂടി മനസ്സിലാക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ മേഖലയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ണ് ഡോക്ടറെ കണ്ടാൽ അറിയുണ്ടാവും, എല്ലാം മെഷീൻ ബേസ്ഡ് ആണ്. നമ്മൾ എല്ലാം സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്ന ഒരു വസ്തു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കണ്ണ് നോക്കുന്നത്, ഞരമ്പ് നോക്കുന്നത്, ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് വളരെ പണ്ട് തൊട്ടേ വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ പല അസുഖങ്ങളും, റെറ്റിനയുടെ പ്രശ്നങ്ങൾ, ഇപ്പം സാറിനൊരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് വന്ന് മരുന്നൊഴിച്ച് ചെക്കപ്പ് ചെയ്യാന്നുള്ള ഒരു കൺവെൻഷണൽ രീതിക്കപ്പുറം ഇപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ട്, റെറ്റിനൽ ക്യാമറാസ് ഉണ്ട്. ഞാനിവിടെ എൻ്റെ ഉണ്ട്. അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും കണ്ണിൻ്റെ ഫോട്ടോ എടുക്കാം. ഞാൻ പോലും വേണമെന്നില്ല, ഒരു ടെക്നീഷ്യൻ മതി. ആ ടെക്നീഷ്യന് അത് ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോർമലാണോ അബ്നോർമലാണോ എന്ന് മനസ്സിലാക്കാം. അബ്നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ വേണോ ചികിത്സ വേണോ എന്നുള്ളത് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്കെയിൽ, അത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത വലിയ സ്കെയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം, ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ചികിത്സയിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാൾക്ക് ഇതുമൂലം വരുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. കുറച്ചും കൂടി കമ്പാഷനറ്റ് സ്പേസ് ആൻഡ് ടൈം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി മേ ബി ഐ ലവ് ടു എന്താ പറയുക, റീഇമാജിനിങ് അവർ ഹ്യൂമൻനെസ് എന്നുള്ളൊരു കാര്യം വേണ്ടി വരും. എങ്ങനെയാണ് നമ്മൾ ആ ടച്ച്, മാഡം പറഞ്ഞ പോലെ ഹൈ ടച്ച് എങ്ങനെ കൂടുതൽ എഫിഷ്യൻറ്റ് ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളൊരു അന്വേഷണങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ട് എന്നുള്ളത് ആണ് ഒരു കാര്യമായിട്ട് തോന്നുന്നത്. മാത്രമല്ല ആ ഒരു ഇതിനെ നമ്മളങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പാഷനെ കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കൂടുതൽ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഒന്ന് പറയാൻ തോന്നുന്നൊരു കാര്യം. ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ ഞാൻ ഉപയോഗിക്കുന്ന OCT എന്ന് പറയുന്ന ഒരു മെഷീൻ, അതുകൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ബേസിക്കലി മെഷീൻ നോക്കുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ ചില ഡയമെൻഷൻസാണ്, റെറ്റിനയിലെ ഡയമെൻഷൻസാണ്. ഇത് ഒരു സോഫ്റ്റ്വെയറിൽ ഒരു ആൽഗരിതം ഉണ്ട്. ഈ ആൽഗരിതം ജനറേറ്റ് ചെയ്തിട്ടുള്ളത്
100 പേരുടെയോ 1000 പേരുടെയോ കണ്ണുകളിൽ നോർമൽ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തിട്ടാണ്. അത് നിങ്ങളുടെ കണ്ണുമായിട്ട് കമ്പയർ ചെയ്യാണ് മെഷീൻ ബേസിക്കലി ചെയ്യുന്നത്. അതിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് വരുന്നത്. പക്ഷേ ആരുടെ ആൽഗരിതമാണ് ഇവിടെ പോകുന്നത്, ആരുടെ കണ്ണുകളാണ് ഈ ആൽഗരിതം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എപ്പോഴും ഡെവലപ്പ് നേഷൻസ്, US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ് അത് ഇറക്കുന്നത്. അത് നമ്മളെപ്പോലെയുള്ള ഒരു റേസിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ്. പക്ഷേ വി ആർ ബീയിങ് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഡേറ്റ ജനറേറ്റ് ചെയ്യണം, വിച്ച് ഇസ് ഓഫ് കോഴ്സ് റിസോഴ്സ് ഇല്ല, കോസ്റ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. അപ്പം പക്ഷേ ഒരു ചികിത്സ ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് ഒരു സ്പൂൺ ഓഫ് സോൾട്ട് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ അതും കമ്പാഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സനിതനെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ണ് വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു കണ്ണിനെ പറ്റി മാത്രമാണ് സനിത പറയുന്നത്. പക്ഷെ ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കുഞ്ഞിനെ പറ്റി തന്നെ പറയേണ്ടി വരും. അപ്പം ആ കുഞ്ഞിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഇമോഷൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അമ്മ കുഞ്ഞുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയങ്ങൾ, അവർ വേദനകൾ, അവരുടെ ജീവിതം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു എഐക്ക് മുമ്പിൽ ഇരിക്കാനുള്ളതല്ല, അതൊരു മനുഷ്യൻ തന്നെ ഇരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാറ്റ ജനറേറ്റ് ചെയ്യലും ഇതൊക്കെ മനുഷ്യനെ യന്ത്രം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് ഇതിനെ എത്ര സഹായിച്ചാലും നാളെ നമ്മളെ തന്നെ അവർ റീപ്ലേസ് ചെയ്യും. മനുഷ്യനെ ആണ് യന്ത്രം കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അവരുടെ എല്ലാത്തിലും പറയുന്നത് 6.5 ബില്യൺ ജനങ്ങൾ അവർക്ക് ആവശ്യമില്ല, 2.5 ബില്യൺ ജനങ്ങളെ ആവശ്യമുള്ളൂ. ഈ ബാക്കി വരുന്ന ഇന്ത്യക്കാരെ സ്ലോലി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. ഞാൻ അതിനോട് യോജിക്കാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ എഐയും വന്നു, ടച്ചും വന്നതുകൊണ്ട്, പ്ലീസ്, എഐയും ടച്ചും വന്നതുകൊണ്ട് പഴയ ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പാലിയേറ്റീവ് കെയർ പഠിക്കുമ്പോൾ ഹൈ ടച്ച് ആൻഡ് ലോ ടക്ക് എന്ന് പഠിപ്പിച്ച ആൾക്കാരും പഠിച്ച ആൾക്കാരുമാണ്. അതായിരുന്നു പ്രവൃത്തിയിൽ കൊണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹൈ ടച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഹൈടെക് വേണമോ വേണ്ടോ എന്നുള്ളൊരു വലിയ ഒരു ചർച്ചയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈവൻ പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റ് പോലും നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ സമൂഹത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട്, നമ്മൾ ഹൈടെക് ആകേണ്ടി വരും. അപ്പോൾ പലപ്പോഴും അതിനുള്ള സൗകര്യമില്ലല്ലേ, എന്നാൽ ഞങ്ങൾ പിന്നെ വേറെ നോക്കാം. ഈവൻ കിടക്കാൻ പോലും ഇവിടെ AC റൂം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടക്കാതെ AC സൗകര്യമുള്ള ICUയിൽ പോയി കിടക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്കറിയാം. താങ്ക് യു. വക്കാലത്ത് പറയാൻ വന്നാണ്. അതായത് ഈ AI ക്യാൻ റീപ്ലേസ് എന്നുള്ളതല്ല സനിത പറഞ്ഞത്. AI നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കാരണം കുറേ കാര്യങ്ങൾ AI ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുള്ള സമയം നമുക്ക് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് AI നമ്മളുടെ വർക്കിനെ റീപ്ലേസ് ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ല, അതും പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് വാസ്തവം. കാരണം ഇമോഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. AI അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഭയാശങ്കയോട് കൂടിയിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ അല്ല നടക്കട്ടെ. വേറൊരു കാര്യം, ഈ ഹൈടെക് എന്താണ് ഹൈ ടച്ച് ലോ ടെക് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഹൈടച്ചും ഹൈടെക്കും ആവണം തന്നെയാണ് ഞാൻ പറഞ്ഞത് പാലിയേറ്റീവ് കെയർ. കാരണം നമുക്ക് നമ്മുടെ വളരെ ടെക്കിന് വളരെ താഴെയാണ്. ടെക്കിനോട് കമ്പ്യൂട്ടറിനും ശരിയല്ല എന്നുള്ളൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പ്രേതം ഞങ്ങൾക്കൊക്കെ കുറേശ്ശുണ്ട്. കാരണം കമ്പ്യൂട്ടർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്നുള്ളൊരു ഉദാഹരണമുണ്ട്. ശരിക്ക് അത് കാരണം ഒരുപാട് ഡ്രോബാക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഇപ്പോഴും പേപ്പറിൽ പഴയ കേസ് ഷീറ്റ് എഴുതുക, സൂക്ഷിച്ച് വയ്ക്കുക, അത് ചതറ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും 1997 മുതൽക്കുള്ള കേസ് ഷീറ്റുകളാണ് നമ്മളോട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല പാടാണ്. അതൊക്കെ പുറത്തൊക്കെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ എത്രയോ എളുപ്പമായിരുന്നു. പക്ഷെ നമുക്കിത് ടെക്കി അല്ലാത്ത കാരണം ഇതൊന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഹൈ ടെക്കും വേണ്ടതാണ്, ഹൈ ടച്ചും വേണ്ടതാണ്. ഞാൻ ജഗദീഷ്, ആരോഗ്യവകുപ്പിലെ റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം ഞാനിപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ ഹൈടെക് ആണോ ഹൈ ടച്ച് ആണോ എന്നിലേക്ക് അതിൻ്റെ തുടർച്ചയായിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ പ്രധാന പ്രാസംഗികരെല്ലാം അല്ലെങ്കിൽ ഇത് അവതരിപ്പിച്ചവരെല്ലാം പറഞ്ഞതിനോട് പൊതുവിൽ ഞാൻ യോജിക്കുന്നു. 2 ഡോക്ടർ ആശമാരും ഒരു ഡോക്ടർ സനിതയും
ഷൗക്കത്ത് സാറും അതുപോലെ തന്നെ അരവിന്ദ് സാറും. പക്ഷേ എൻ്റെ കൺസേൺ നമ്മുടെ ഈ സംവിധാനത്തിലേക്ക്, ആരോഗ്യ സംവിധാനത്തിലേക്ക് ഈ പറയുന്ന അനുകമ്പ അതെങ്ങനെ കൊണ്ടുവരും? മറ്റേതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അതിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ സനിത പറഞ്ഞ ചില കാര്യത്തോട് ഞാൻ പ്രത്യേകിച്ചും സർക്കാർ സംവിധാനത്തിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് 2016 കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഒരു പേരും ഏകദേശം ഇതിനോട് യോജിക്കുന്നതായിരുന്നു. ആർദ്രം മിഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ചുമതലകൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോഗൻ തന്നെ ആരോഗ്യ സംവിധാനങ്ങളെ ജനസൗഹൃദവും രോഗീ സൗഹൃദമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 100-110 രോഗികൾ നോക്കേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ തന്നെ ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് കൂടുതൽ ഡോക്ടർ വേണം. 3 ഡോക്ടറാണ് ഐഡിയലായിട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ എണ്ണം കുറഞ്ഞു. അത് അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെ സ്ഥാനത്ത് 3 നേഴ്സ്, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ സംവിധാനം വരുന്നു. ഒരു ആദ്യം വരുന്ന രോഗിയെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ അടുത്ത് എപ്പോഴും തിരക്കാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സ് തന്നെ അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ അവരൊന്ന് സെറ്റിൽഡായി ആ സംവിധാനത്തെക്കുറിച്ചും അവിടെ നടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ ആ ഒരു സംവിധാനം തന്നെ ഈ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതല്ലെങ്കിൽ ഇപ്പോൾ അവിടെ കുറച്ചൊരു ടെൻഷനായിട്ട് വരുന്ന, മാനസിക സംഘർഷമായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ ഒരു ആശ്വാസം ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്ത് കെയറിന് പ്രത്യേകം, ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന് നമ്മൾ പ്രത്യേകം കൊടുക്കുന്ന പോലെയുള്ള ഒരു സംവിധാനമുണ്ട്, ആശ്വാസം ക്ലിനിക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ സംവിധാനത്തിലേക്ക്, ഞാനിതിൻ്റെ ഓരോന്നിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഈ സംവിധാനത്തിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരും, അതിനെ സിസ്റ്റത്തിന് എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് അനുകമ്പ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മൊത്തത്തിൽ തന്നെയുള്ള ഇപ്പോൾ ഇവിടെ സംസാരങ്ങളിൽ അധികം വന്നത് നമ്മൾ വ്യക്തിപരമായ തലത്തിൽ ഈ അനുകമ്പയുടെ അംശങ്ങൾ എങ്ങനെ സംശീകരിക്കണം, നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിലും ലിസണിങ്ങിലും അവരോട് പ്രതികരിക്കുന്നതിലും ഒക്കെ, അത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അവിടെയും വലിയൊരു ഗ്യാപ്പുണ്ട്. കാരണം ഈ ആരോഗ്യ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ കോഴ്സായാലും നഴ്സിൻ്റെയും നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയോ വിവിധ ശ്രേണിയിലുള്ള അതിലെല്ലാം സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനമായിട്ടുള്ള പഠന പരിപാടികൾ മാത്രമാണ് അതിനകത്ത്. ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ല് ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ ചെറിയ ചില പരിശീലന പരിപാടികൾ, അത് അത്തരത്തിലുള്ളൊരു പരിശീലനത്തിലൂടെ കടന്നു പോകാതെ അത് കഴിയുമോ? അത് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ തന്നെ ഇപ്പോൾ ദിവാര സാറൊക്കെ ഇവിടെ ചെയ്യുന്ന വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഡോക്ടർ സുരേഷും ദിവാര സാറും അല്ലെങ്കിൽ രാജഗോപാൽ സാറും ഒക്കെ, അവർ 3 പേരും ഇങ്ങനെ 3 ഭാഗത്ത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ 4-5 പേര് ഇരുന്ന് കഴിഞ്ഞാൽ അത് സംഭവം കേരളത്തിൽ ഇത്രയധികം ആളുകൾക്ക് പാലിയേറ്റീവ് കെയർ സംവിധാനം ഈ രീതിയിൽ കിട്ടുമായിരുന്നു. അതിനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ആ സംവിധാനത്തിലേക്ക് വളരെ പിവട്ടലായിട്ടുള്ള, ഡോക്ടറല്ല, പിവട്ടലായിട്ടുള്ളൊരു വ്യക്തി പാലിയേറ്റീവ് കെയർ നഴ്സാണ്. അവരാണ് അതിൻ്റെ ആ ടീമിൻ്റെ ഒരു ലീഡർ എന്നൊക്കെ പറയാവുന്നത്. ഡോക്ടറെ ഇടയ്ക്ക് മാത്രം എൻട്രി ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സംവിധാനം വന്നതുകൊണ്ടാണ്, അതിൽ പഞ്ചായത്തി രാജിൻ്റെ പൈസയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എങ്ങനെ ഈ ഒരു സംവിധാനം നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. ആരോഗ്യ മേഖലയിലെ അനുകമ്പയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും അത് ഡോക്ടറുടെ തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പിന്നെ ആദ്യം അവതരിപ്പിച്ച ആശയരാജ് അതിൻ്റെ മറ്റ് സ്റ്റാഫ് നഴ്സിൻ്റെയൊക്കെ പറയും, സ്റ്റാഫ് നഴ്സിൻ്റെയും തലത്തിൽ നിൽക്കുന്നതല്ല. കാരണം ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ഈ പാലിയേറ്റീവിൻ്റെ പോലെ തന്നെ ആശമാരും ആരോഗ്യ ഫീൽഡ് തല ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന ട്രൈബൽ പ്രൊമോട്ടറും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംവിധാനമാണ്. ഈ എല്ലാ തലത്തിലും നമ്മളതിനെ സമീപിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സൗകര്യങ്ങൾ വരുന്നതോടെ കെട്ടുമട്ടും മാറുന്നതോട് കൂടിയിട്ട് മാത്രം അനുകമ്പ വരുമോ? സ്വകാര്യ ആശുപത്രിയിൽ ഈ പറഞ്ഞ രീതിയിൽ വ്യക്തിപരമായ പെരുമാറ്റത്തിൻ്റെ, കോർപ്പറേറ്റ് ആശുപത്രിയിൽ അതുപോലെയുള്ള വ്യക്തിപരമായ പെരുമാറ്റത്തിൻ്റെ രീതിയിൽ ഇത് കേൾക്കാനും ഇതിനും എല്ലാത്തിനും എടുത്തിട്ട് അതും കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ബില്ലും അവസാനം വരുന്ന പരിശോധനകളും ഇടപെടലുകളും അനാവശ്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്നൊരു പോയിന്റിൽ ഈ പറയുന്ന അനുകമ്പ കംപ്ലീറ്റ് ഒരു ഫാൾസ് ആയിരുന്നു എന്ന് നമ്മളൊരു തിരിച്ചറിയുന്ന ഒരു പോയിന്റ് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്, ഇപ്പോൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനും പരിഹാരമുണ്ട്. അതിനാണ് പ്രോട്ടോകോൾ ബേസ്ഡ് കെയർ എന്ന് പറയുന്നത്. പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിരിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ലിറ്റിഗേഷൻ്റെ ഇഷ്യൂ പറയുന്നു. ആദ്യത്തെ 3 ദിവസം പനിയായി ചെല്ലുന്നവർ വേറെ ടെസ്റ്റൊന്നും വേണ്ടാന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ബോൾഡായിട്ട് പറയാം, ഇപ്പോൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൽ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ കൂടി ഉൾപ്പെടുത്തി അംഗീകരിക്കപ്പെട്ട ഒരു ആസ്പത്രിയാണെങ്കിൽ അവിടെ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവിടെ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. പിന്നെ സർവോപരി ആരോഗ്യ മേഖലയിലെ ആ ടീം വർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു, ഡോക്ടറുടെ ചെറിയൊരു ഇടപെടൽ മതി. പക്ഷേ മെൻ്റൽ ഹെൽത്ത് കെയറിന് ഇപ്പോൾ ഒരു ടീമാണ് ശരിക്കും. സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ, അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീമാണ്. അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതും ഈ അർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് എനിക്കൊരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനൊരു
സാഹചര്യം കിട്ടിയിരുന്നു. പിന്നെ ഛത്തീസ്ഗഡിലെ പിന്നെ ഡൽഹി റായ്ത്തറയിലെ ഷഹീദ് ഹോസ്പിറ്റൽ ശങ്കർഹു എന്ന നിയോഗിയും പിന്നെ വിനായക് സെന്നും അല്ലെങ്കിൽ ജാനയും ഒക്കെ പിന്നെ കെട്ടിപ്പടുത്ത് വളർത്തി വലുത്. അപ്പോൾ അവിടുത്തെ ആ ഹ്യൂമൻ റിലേഷൻസ് ഈ ഹോസ്പിറ്റൽ ആ കാഡർ ഹൈറാർക്കി ആ സ്പെഷ്യലിസ്റ്റുകളെ പറ്റി പറഞ്ഞപ്പോൾ അവിടുത്തെ പിന്നെ ഡോക്ടർ ദീപ പറഞ്ഞ ഞങ്ങൾ ജനറലിസ്റ്റ് പ്രാക്ടീസ് സ്പെഷ്യാലിറ്റി കെയർ പ്രൊവൈഡ് സ്പെഷ്യാലിറ്റി കെയർ വെന്നെവർ റിക്വയർ വി ജസ്റ്റ് സ്പെസിഫിക്കലി ആസ്ക് ഫോർ ദി സ്പെഷ്യലിസ്റ്റ് ടു ഇൻ്റർവ്യൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നേഴ്സിനോട് ഈ ലേബർ റൂമിലെ സ്റ്റാഫ് നേഴ്സിനാണ് കൂടുതൽ അറിവുള്ളെങ്കിൽ അവരാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അല്ലാതെ ഡോക്ടറല്ല. ഡോക്ടറുടെ പ്രത്യേക ഇടപെടലുകൾ ആവശ്യമുള്ള സമയത്താണ്. അപ്പം നമ്മുടെ ആരോഗ്യ രക്ഷാ സംവിധാനത്തിലേക്ക് അത് ഏറ്റവും താഴ്ത്തിട്ട് വീട് തടം മുതൽ വലിയ ആസ്പത്രി വരെ ഉള്ള തലത്തിലേക്ക് ഈ അനുകമ്പയുടെ അംശങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, അത് സ്വാംശീകരിക്കണമെങ്കിൽ, അത് സമ്പുഷ്ടമാക്കണമെങ്കിൽ ഒരുപാട് സിസ്റ്റം ചേഞ്ച് സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഈ സംവിധാനങ്ങളിലൊക്കെ കൂടി ചർച്ച പോകുന്ന രീതിയിലേക്ക് ആവട്ടെ ഈ ഇതെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. കഥ പറയാനാണ്. 2 കുട്ടികൾ, ഹൈടെക് ലോകത്തിലെ 2 കുട്ടികൾ, ചെറിയ കുട്ടി, ഒരു 9 വയസ്സുള്ള കുട്ടി, ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി ഒരു പൂന്തോട്ടത്തിൽ നടക്കാൻ പോയപ്പോൾ അവർ പൂന്തോട്ടത്തിൽ ഒരു ചെടിയിലൊരു ഒരു അമ്മ തുമ്പിയും ഒരു കുഞ്ഞു തുമ്പി ഇരിക്കുക, മോള്. അവർ കുറേ നേരം ആ തുമ്പീനെ ആസ്വദിച്ചിരുന്ന് മുറിയിലേക്ക് കയറിപ്പോയി. വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ ആ അമ്മ തുമ്പി മോളോട് പറയുകയാണ്, മോളെ, പുതിയ തലമുറയിലെ കുട്ടികളായത് നന്നായി, പഴയ തലമുറയിലെ കുട്ടികളായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് കല്ലെടുപ്പിച്ചതിനെയാണ്. അപ്പോൾ നമ്മൾ ഈ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മുടെ ഉള്ളിൽ നല്ല കവിതയാണത്. ആ കവിത ഉണ്ടെങ്കിൽ നമുക്ക് കൊള്ളാവുന്ന മനുഷ്യരാവാൻ പറ്റും. അതുപോലെ ഒരു കാലത്ത് നമ്മൾ വളരെ കമ്പേഷനേറ്റ് ആയിരുന്നെന്നും പിന്നീട് ഇങ്ങനെ ആധുനികത വന്നപ്പോൾ കമ്പേഷൻ പോയി നമ്മൾ കൊള്ളരുതാത്തവരായി എന്നും പറയുമ്പോൾ അതൊരു ഡയമെൻഷനിൽ നമ്മൾക്ക് വളർച്ചയ്ക്ക് സഹായിക്കുമെങ്കിലും മനുഷ്യൻ്റെ വസ്തുത നമ്മളിൽ കമ്പേഷൻ ഉള്ളതുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും, അതാണ് കമ്പേഷൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ എടുക്കാനും ഈ 2 സാധ്യതകളും ഒരേ അളവിലിരിക്കുന്ന കോൺഷ്യസ്നെസ്സാണ് നമ്മളുടെ. അത് ഇൻഹറൻ്റ് ആയിട്ടുള്ളത് കമ്പേഷൻ മാത്രമല്ല, തീർച്ചയായിട്ടും ഇൻഹറൻ്റായിട്ട് എത്ര ആഴത്തിൽ കമ്പേഷൻ ഉണ്ടോ അത്ര ആഴത്തിൽ വയലൻസ് ഉള്ള ജീവിയാണ്. ഒരു നോട്ടം മതി, ഉള്ളിലുള്ള മുഴുവൻ കരുണയും പുറത്തേക്ക് വരും. അതേ ആളോട് തന്നെ ഒരു നോട്ടം മതി, ഉള്ളിലുള്ള വയലൻസ് മുഴുവൻ പുറത്തോട്ട് വരും. ഈ 2 മിറർ ന്യൂറോൺസും നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും കമ്പേഷൻ തന്നെ ആയിരിക്കണം. കരുണയാണ് നമ്മൾ തന്നെ ആയിരിക്കണം പറയേണ്ടത്. പക്ഷേ നമ്മൾ അറിയേണ്ടത് അതല്ല. പറയേണ്ടത് കമ്പേഷനെ കുറിച്ചായിരിക്കണം, കമ്പേഷനാണ് നമ്മൾ തന്നെ ആയിരിക്കണം. പക്ഷേ അറിയേണ്ടത് ഇത് 2ഉം ആണ് ആയാൽ മാത്രമേ നമ്മൾ അത്ര കൊള്ളാവുന്നവരല്ലാന്ന് തിരിച്ചറിയും. ഞാൻ ആത്മാവാണെന്നും അറിവാണെന്നും വെളിച്ചമാണെന്നും സ്നേഹമാണെന്നും പ്രസംഗിച്ച് നടന്നിരുന്ന ഒരാളാണ്. അവ ആദ്യമായിട്ട് തിരുത്തപ്പെടുന്നത് നിത്യൻ്റെ അടുത്ത് എത്തുമ്പോഴാണ്. ഈ ബിൽ ബ്രൈസൻ്റെ ഒരു പുസ്തകമുണ്ട്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ജീവൻ ഉത്ഭവിച്ചത് മുതൽ ഏതെല്ലാം ജീവരൂപങ്ങളിലൂടെ ജീവൻ കടന്നുപോയിട്ടുണ്ടോ, മനുഷ്യനുണ്ടായത് മുതൽ ഏതെല്ലാം മനുഷ്യ സംസ്കൃതികളിലൂടെ മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ മെമ്മറീസ് ക്യാരി ചെയ്യുന്ന ജീനുകളുടെ സംഘാതമാണ് ഓരോ ശരീരവും. ഇതിൽ ശ്രദ്ധയോടെ ഇരുന്നാൽ ഇതിൽ കൊള്ളാവുന്നത് ജീവിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാനും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിവിടെ ഈ ഡിസ്കഷൻ വന്നപ്പോഴാണ് ഒരു കാര്യം പറയാൻ തോന്നിയത്. നമ്മൾ കമ്പാഷൻ എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടരുത്. നമ്മളോട് ചിരിച്ചൊരു കസേര തന്ന് നല്ല സ്നേഹത്തിൽ വർത്താനം പറഞ്ഞാൽ കമ്പാഷനായി എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ കയ്യിൽ വരരുത്. അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോളജും അല്ലെങ്കിൽ അതിന് ഏറ്റവും ശാസ്ത്രീയമായി ഒരു രോഗിക്കോ നമ്മുടെ ഡോക്ടർ എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് സേവനം ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം. അതിനൊപ്പം കമ്പാഷനും ഉണ്ടാവണം. സ്നേഹവും ചിരിച്ചുള്ള വർത്തമാനം മാത്രം പോരാ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സനിത പറഞ്ഞൊരു കാര്യം, ടെക്നോളജി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ നമ്മൾ ആർദ്രം വന്നപ്പോൾ പലരും പറയുന്നൊരു കാര്യം, കസേര ഇട്ടെടുത്തുകൊണ്ട് മാത്രം രോഗിക്ക് ഉപകാരമാവില്ല. കാരണം ഒരു കുട്ടി അസുഖമായി വന്നു അല്ലെങ്കിൽ ഒരാൾ ഹാർട്ട് അറ്റാക്കായി വന്നു,
അയാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു പോയി ജോലി ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പം നമ്മുടെ ജില്ലാശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ആൻജിയോപ്ലാസ്റ്റി ഇല്ല. അപ്പോൾ സ്നേഹത്തിൽ പറയുന്ന ഡോക്ടർ ഇതിന് ഇത്ര കാശാവും, 2 ലക്ഷം ആവും, പറ്റുകയാണെങ്കിൽ ചെയ്തോ പറ്റില്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റാണ്ട് പോവും. പക്ഷെ അവർ എത്രയോ വർഷം ജോലി ചെയ്യാണ്ടും പ്രൊഡക്റ്റീവ് അല്ലാണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ കമ്പാഷനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഫെസിലിറ്റി, മരുന്നുകൾ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത്, കാരണം ഒരാഴ്ച കിടന്ന് മനുഷ്യൻ്റെ ബുദ്ധിക്കും സ്പീഡിനുമുള്ള ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനാണ് മെഷീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അത് കോംപ്ലിമെൻ്ററി ആയിട്ട് എത്തിക്കൽ യൂസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും പല ഹൈ എൻഡ് സംഭവങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അവിടെ പോകുന്ന ഇപ്പം അമ്മമാരെന്തെങ്കിലും ക്രോണിക് ഡിസീസോ എത്രയോ മാസങ്ങൾ കിടന്നു ഡയഗ്നോസ് ആയില്ല, വേറൊരു സ്ഥലത്ത് പോയി ഡയഗ്നോസ് ആയി. ഞാൻ പറയണത് നല്ലതാണ് പൊട്ടയാണെന്നല്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കമ്പാഷനിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സനിത പറഞ്ഞ പോലെ ഒരു മെഷീൻ വെച്ച് നോക്കി വേഗം കണ്ടുപിടിച്ചു. അപ്പോൾ ഡോക്ടർക്ക് പേഷ്യൻറ്റിനോട് വർത്താനം പറയാൻ സമയം കൂടുതൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ സയൻറ്റിഫിക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കും MBBS പഠിക്കുമ്പോൾ ഒരു ഒബ്സർവേഷൻ, അപ്പോൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ ചില സാർമാരെന്ന് വെച്ചാൽ നന്നായി സംസാരിക്കും, പേഷ്യൻറ്റിനോട് നന്നായി സംസാരിക്കും, അവർ ഒപ്പിൽ ഭയങ്കര തിരക്കാവും. പക്ഷേ ചില ആൾക്കാർ ഇതുപോലെ വെച്ചാൽ മെഡിക്കൽ ഇതിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷനും കമ്പാഷനും ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അതൊരു ശീലമായി വരേണ്ടതാണ്. അത് ഒരു ഇൻഡിവിജ്വൽ വെർച്യു എന്നതിനേക്കാൾ ഉപരി എല്ലാ മനുഷ്യർക്കും അതൊരു നമ്മൾ പ്രാക്ടീസ് ചെയ്യാനിത് പഠിക്കുന്നു എന്നുള്ള പോലെ പഠിക്കേണ്ട സംഭവം. അതില്ലാത്തതുകൊണ്ട് തന്നെ ചില ഡോക്ടർമാർ അധികം ഒന്നും മിണ്ടില്ല. പക്ഷേ നമുക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അറിയാം, ഞങ്ങൾക്കൊരു അസുഖം വന്നാൽ എൻ്റെ വീട്ടിലൊരാൾക്ക് സർജറി വന്നാൽ ഞാൻ ആ സാറിനെ കാണിക്കുള്ളൂ. കാരണം അയാൾ നല്ല സർജൻ ആയിരിക്കും, കോംപ്ലിക്കേഷൻ കുറവായിരിക്കും, തിരിച്ചു വന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും സുഖമായി ഇവിടെ ജീവിക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടെ വേണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മൾ ഓക്കെ ഒരു പ്രൈവറ്റിൽ പോയി ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെയാണ്, അവസാനം ബില്ല് വരുമ്പോൾ പിന്നെ കമ്പാഷൻ ഇല്ലാണ്ടാവുക, വീട്ടിൽ വന്ന് ലോൺ അടയ്ക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയും കൂടി നമുക്ക് വേണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാവും. എനിക്കും സർജറി കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒരാളൊരു നല്ല വാക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് വേണ്ടാന്നല്ല, പക്ഷെ രണ്ടും ബാലൻസ് ചെയ്യണം. മറ്റിടത്ത് നമ്മൾ പെട്ടെന്ന് കണ്ണു മങ്ങലിച്ച് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയ്ക്കും അങ്ങനെ പറയുന്നത് ശരിയെന്നല്ല, പക്ഷെ വളരെ ഇമോഷണലായി മാത്രം ചിന്തിക്കാണ്ട് അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പേഷ്യൻ്റിനായാലും തിരിച്ച് വീട്ടിൽ വന്ന് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ രണ്ടും വേണം എന്നുള്ളൊരു ബാലൻസ് പോകരുത് എന്നുള്ളൊരു കാര്യം. നമസ്കാരം. പറഞ്ഞതിൽ നിന്നൊക്കെ ചിലപ്പോൾ കടകരുതായി മാറാൻ സാധ്യതയുണ്ട്. എല്ലാവരും ചിന്തിക്കുന്ന കൂട്ടത്തിൽ ചിന്തിക്കുന്ന ആളല്ല, ചിലപ്പോൾ പലപ്പോഴും കടകരുതായിട്ട് ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് 2-3 കാര്യങ്ങൾ ഈ കമ്പാഷനെ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് വലിച്ചു നീട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ഉൾപ്പെടെ കഴിഞ്ഞൊരു 8-10 കൊല്ലമായിട്ട് മേഖലയിലുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വലിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. പലപ്പോഴും അതൊരു സാമൂഹ്യദ്രോഹ പ്രവർത്തനമായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ അത് അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മുടെ ഈ ഒരു ഉദാഹരണമായിട്ടൊരു കുഷ്ഠരോഗീനെ നമ്മൾ മുറിവ് വെച്ച് കെട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സന്തോഷമൊക്കെ നൽകും. അങ്ങനെ ഇഷ്ടംപോലെ കുഷ്ഠരോഗികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒട്ടും നേരമില്ല, ഒട്ടും സമയമില്ല, നമ്മൾ അതിലിങ്ങനെ സായുജ്യം അടഞ്ഞു പോകും. പക്ഷേ കുഷ്ഠരോഗികൾ വരാത്തൊരു സാഹചര്യം സൃഷ്ടിക്കണ്ടേ? അതില്ലാതെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്തായി മാറും? ഫലത്തിൽ ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തെ അരക്കിട്ടുറപ്പിക്കുന്ന അതേ പ്രവർത്തനം നടത്തുന്ന ആളുകളായിട്ട് മാറുമോ എന്നൊരു സംശയം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന പലപ്പോഴും ഒരു സാമൂഹ്യദ്രോഹ പ്രവർത്തനവും. ഞാൻ സൂചിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ കിടപ്പ് രോഗികളിൽ ഉള്ളൊരു അംഗസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് ആളുകൾ സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്നതാണ്. ഒരു വർഷം ശരാശരി 60,000 പേർക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. ഒഴിവാക്കാൻ പറ്റുമായിരുന്നു പലതും. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും മരുന്ന് ഫ്രീ ആയി കൊടുക്കുകയും അവർ കഴിക്കണമെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. 2 റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കിടപ്പ് രോഗികളെ സൃഷ്ടിക്കുന്ന നല്ലൊരു പങ്കാണ്. 4500 പേര് മരിച്ചു പോകുന്നു. അതുകൊണ്ടുള്ള വിഷമം കൊണ്ടൊന്നല്ല പറഞ്ഞത്. പക്ഷേ കൈയും കാലോടിഞ്ഞും ജീവച്ഛവങ്ങളായിട്ട് കഴിഞ്ഞ 22 കൊല്ലമായിട്ട് തിയേറ്ററിലേക്ക് കയറി വരുന്ന ആളുകളെ കാണുന്നുണ്ടാണ് പറയുന്നത്. ഒഴിവാക്കാമായിരുന്നില്ലേ? പക്ഷെ നമ്മളതിന് പകരം നമ്മളെടുക്കുന്ന നയം എന്താണ്? എല്ലാ താലൂക്ക് തോറും ട്രോമാ കെയർ ആശുപത്രി ഉണ്ടാക്കുക, വീണ് കിട്ടട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാർഡിയാക് പ്രശ്നം സൂചിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു ലോകരാഷ്ട്രങ്ങളെ മൊത്തത്തിലെടുത്താൽ വികസന രാജ്യങ്ങളുടെ 6 ഇരട്ടി
കാർഡിയാക് പേഷ്യൻസ് ഉണ്ടാവുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. പക്ഷെ അത് തടയാനുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാക്കുന്നതിന് പകരം എല്ലാ താലൂക്ക് ആശുപത്രികളിലും കാർഡിയോളജിസ്റ്റിനെ പോസ്റ്റ് ചെയ്യുകയും അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു നയമുണ്ടാക്കുമ്പോൾ അത് കച്ചവടക്കാരൻ്റെ മനസ്സല്ലേ? നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ച വിർഷോൻ്റെ കാഴ്ചപ്പാടാണോ എന്നുള്ളൊരു സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞല്ലോ 2 മണിയാകുമ്പോഴേക്കും 160 ആളെ കാണേണ്ട സ്ഥിതി. ഇപ്പം മാനസിക രോഗത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. കേരളത്തിൽ 4-ൽ ഒരാൾ എന്തായാലും മാനസിക രോഗിയാണ്. 5 വീടെടുത്താൽ ഒരു വീട്ടിലെങ്കിലും മാനസിക രോഗികളുണ്ട്. ഇനിയിപ്പോൾ അത് ഒരുപാട് അകലേക്ക് അന്വേഷിച്ച് പോകണ്ട, ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ധാരാളം പേര്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണ്ടേന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. കാരണം അത് സൃഷ്ടിച്ചെടുക്കുന്ന മാനസിക രോഗികളെ സൃഷ്ടിച്ചെടുക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വീട്, 2 നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. അല്ലേ? ഈ സമൂഹത്തെ ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്ന 2 വർഗ്ഗങ്ങൾ വേറെ ഇല്ല. 3 രക്ഷിതാക്കളും 2 അധ്യാപകരുമാണ്. ഇവരെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുക? അതാലോചിക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ്റെ തലത്തിൽ ചിന്തിച്ചില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നു ചേരുകയും കൂടുതൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികൾ ഉണ്ടാവുകയും അവസാനം പാലിയേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി അത് വികസിപ്പിച്ച് അതിൻ്റെ പ്രസിഡൻ്റ് ആവുന്നതിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കേരളത്തിൽ മാറി വരുന്നുണ്ട്. ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ആലോചിച്ചില്ലെങ്കിൽ ഈ കമ്പാഷൻ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഒരു കമ്പാഷനേറ്റ് കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റിയില്ലെങ്കിൽ അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു 44 കൊല്ലമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഇത് അതീവ ഗുരുതരമായ സിസ്റ്റമാണ്. നേരത്തെ സാജു സൂചിപ്പിച്ചൊരു കാര്യത്തിൽ കൂടി എനിക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടായി, വികസിച്ചു, ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് ഉണ്ടായി. പക്ഷെ ആ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള മാൻ പവറോ ബാക്കി ഇൻഫ്രാസ്ട്രക്ചറോ ഉണ്ടാവാത്തതുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു CS സ്റ്റൊമക്കായിട്ട് പേഷ്യൻ്റ് വന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുമ്പോഴേക്കും ചുരുങ്ങിയത് 1.5-2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. മിക്കതും അത് ഇന്നോപ്പറബിൾ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഒരു എമർജൻസി അൾട്രാസൗണ്ട് എഴുതി കൊടുത്താൽ പോലും നമുക്ക് ഡേറ്റേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് അനുഭവിച്ചാണ് പറഞ്ഞത്. എമർജൻസി അൾട്രാസൗണ്ടാണ്, ചെയ്തേ പറ്റൂ. കാരണം പേഷ്യൻറ്റിന് ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പേഷ്യൻ്റ് പാവം ലിവർ പേഷ്യൻ്റ്, ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതുള്ള ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എന്നാൽ പിന്നെ സാറ് നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് വേണ്ടി ഒന്നുമില്ല, രാത്രി പേഷ്യൻ്റ് മരിച്ചു. അപ്പോൾ ഈ സിസ്റ്റം മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ഫെസിലിറ്റി ഉണ്ടാക്കിയെടുത്താലും ആ ഫെസിലിറ്റി ഇത് മാറ്റിയെടുക്കാൻ പറ്റാണ്ടല്ല. കാരണം ഒരു ദിവസം 20 അൾട്രാസൗണ്ടേ നോക്കുള്ളൂ. അപ്പോൾ 20 അൾട്രാസൗണ്ടേ നോക്കുള്ളെങ്കിൽ ലാഗ് ചെയ്ത് എന്ത് ചെയ്യണം? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഞായറാഴ്ച ദിവസം ഇരുന്നിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാം, എല്ലാ ഞായറാഴ്ച നമുക്ക് വേണമെങ്കിൽ ക്യാൻസർ പേഷ്യന് വേണ്ടി സർജറി ചെയ്യാം, ഞങ്ങൾ വരാൻ തയ്യാറാണ്. പക്ഷെ അത് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കാർഡിയാക് സർജറി കേസ് കിട്ടണമെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ബൈപ്പാസ് ചെയ്ത് കിട്ടണമെങ്കിൽ അന്ന് ജീവിച്ചിരിക്കണ്ടെങ്കിൽ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കമ്പാഷൻ ആ ഇൻഡിവിജ്വലിലേക്ക് ചുരുക്കാതെ സമൂഹത്തിലേക്ക് മൊത്തം ഇറക്കി കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സായുജ്യം അടയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംസാരിച്ചവരുണ്ട്, കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, അനുഭവിച്ചവരുണ്ട്, സഹിച്ചവരുണ്ട്, പല രീതിയിലും ഉൾക്കൊണ്ടവരും അനുഭവിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേരിലും ദയ ആശുപത്രിയുടെ പേരിലും കേരളീയ വെബ് മാഗസിൻ്റെ പേരിലും ചികിത്സാ നീതിയുടെ പേരിലും നന്ദി.